വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യാസസ് മിനിസ്ട്രിയുടെ മുൻനിര പ്രവർത്തകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഇമ്മാനുവേൽ ഹെൻറി, സുനിൽ സോളമൻ അടങ്ങിയ അനുഗ്രഹീതമായിരിക്കുന്ന സംഗീത സദസ്സ് നിങ്ങളോട് ചേർന്ന് ഈ രാത്രി വേദിയിൽ കർത്താവിനെ ഉയർത്താൻ ലഭിച്ച അവസരം ഞാൻ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തെ എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആമുഖങ്ങൾ നീട്ടാതെ വേഗത്തിൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് കുറിവാക്യം വായിച്ച് ദൈവിക സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവ വചന ശുശ്രൂഷ എന്നത് ഒരു ടീം വർക്കാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ ജനവും ദൈവത്തിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകരും കൂടെ ഒരു മനസ്സോടെ ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിലാകുമ്പോൾ ആ ടീമിലേക്ക് കർത്താവും കൂടി ചേരുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഒരു മനസ്സോടെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവ് എന്തരുളി ചെയ്യുന്നോ അത് മാനസികമായിട്ടും ആത്മീകമായിട്ടും ഏറ്റെടുത്ത് ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവമായ കർത്താവ് ഇടപെടാനിടയായിത്തീരും. നമ്മുടെ തിരുവെഴുത്തിൽ വായിക്കുന്ന അനേക തെളിവുകൾ അതിനുണ്ട്. 1000 പേര് യോഗത്തിൽ പങ്കെടുത്താലും അതിനകത്ത് 1000 പേർക്കും പ്രയോജനപ്പെടണമെന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പുഴവക്കത്ത് ഇതുപോലത്തെ ക്രമീകരണങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റമോ പാട്ടുകാരമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രമീകരണങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പുഴവക്കത്തിരുന്ന് പ്രസംഗിക്കുമ്പോൾ, ഒരു അന്തിച്ചന്ത പോലത്തെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ നൂറുകണക്കിന് ആളുകൾ ഉള്ള ആ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന 16-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലുദിയ എന്നൊരു സ്ത്രീ സ്തോത്രം അത് കേൾക്കാൻ തയ്യാറായി. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ പ്രഭാഷകൻ്റെ വാക്കിനോട് ചേരാൻ, അതിനെ ശ്രദ്ധിക്കാൻ തയ്യാറായപ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു എന്ന്. സ്തോത്രം. അപ്പോൾ ആരെങ്കിലും ദൈവവചനത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ കർത്താവ് ഇടപെടാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന സമയത്ത് വചനത്തെ ആഴമായി ശ്രദ്ധിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യാൻ ആര് തയ്യാറാകുന്നോ അവർക്ക് വേണ്ടി ചിലപ്പോൾ അന്ന് ഹൃദയമായിരിക്കും, ഇന്ന് ചിലപ്പോൾ ചില പുതുവഴികളോ ചിലപ്പോൾ ജീവിതത്തിൻ്റെ നല്ല മേഖലകളോ ആത്മീക ശുശ്രൂഷയുടെ മുഖാന്തരങ്ങളോ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഈ രാത്രി പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഉറപ്പ് പറയാം, വചനത്തെ വേണ്ടും വണ്ണം സ്വീകരിച്ചാൽ തുറക്കേണ്ടവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ചില മുഖാന്തരങ്ങളെ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ സ്തോത്രം അടഞ്ഞുപോയ ചില വഴികളെ, ചില മേഖലകളെ കർത്താവിൻ്റെ പ്രധാന പരിപാടി അടച്ചു കളയുക എന്നുള്ളതല്ല. കർത്താവിൻ്റെ പ്രധാന പരിപാടി ശത്രു അടച്ചതിനെ തുറക്കുക എന്നുള്ളതാണ്. അതിനിന്ന് രാത്രി ദൈവപുത്രൻ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അവർ സന്തോഷത്തോടെ കരമുയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കേൾക്കുന്ന വചനങ്ങൾക്ക് സ്തോത്രം ചെയ്തും സ്തുതിച്ചും കൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ, ഈ വാക്കുകൾ വിശദീകരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നവർക്ക് അതിൻ്റേതായ നിലവാരത്തിൽ ദൈവികമായിരിക്കുന്ന അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉച്ചഭാഷണിലൂടെ വായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കുന്ന എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. 25-ാം വാക്യം: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചൊരു വാക്യമാണത്. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന വാക്യം. വേദപുസ്തകത്തിനകത്ത് അനേക വിഷയങ്ങളുണ്ട്. ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള വിഷയമുണ്ട്, പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ചുള്ള വിഷയമുണ്ട്, യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള വിഷയമുണ്ട്, സഭയെ സംബന്ധിച്ചുള്ള വിഷയമുണ്ട്, കുടുംബത്തെ സംബന്ധിച്ചുള്ള വിഷയമുണ്ട്, ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ട്, വിശ്വാസികളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ട്, വിടുതലിനെ സംബന്ധിച്ച് സ്തോത്രം, വിമോചനത്തെ, പാപമോചനത്തെ, നിത്യതയെ, സ്വർഗത്തെ എന്നിത്യാദി സ്തോത്രം നിരവധി വിഷയങ്ങളാൽ നിബിഡമായൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. ബൈബിളിനകത്ത് എത്രത്തോളം വിഷയങ്ങളുണ്ടെന്ന് ഇന്ന് വരെ ആരും തിട്ടപ്പെടുത്തിയത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളുടെ അറിവിലുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ ലോകത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളെക്കുറിച്ചും ആ വിഷയങ്ങളുടെ പരിഹാരത്തെക്കുറിച്ചും സ്തോത്രം തിരുവെഴുത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചാണ്
ഈ വാക്യത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. യേശുവിനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ തന്നെ സ്തോത്രം, വെറുതെ യേശുവിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ പോരാ. ക്രിസ്തുവിനെ കുറിച്ച് ആ വാക്യത്തെ നമ്മളൊന്ന് വിഭജിക്കാൻ ശ്രമിച്ചാൽ ഏകദേശം 6-7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശുവിനെക്കുറിച്ച് ഈ വാക്യത്തിനകത്ത് പ്രതിപാദിക്കുന്നത്. ഞാൻ വേഗത്തിലൊന്ന് ആ വാക്കുകളെ സ്തോത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യേശുവിനെക്കുറിച്ച് ഈ വാക്യത്തെ സുന്ദരമായിട്ട് നമ്മൾ വിഭജിച്ച് പഠിക്കാൻ, അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ യേശുവിനെക്കുറിച്ച്, യേശു ആരാണ്, യേശുവിന് എന്ത് ചെയ്യാൻ കഴിയും, ക്രിസ്തുവിന് സ്തോത്രം മനുഷ്യരോടുള്ള ഇടപെടലുകൾ എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പരാമർശിക്കുന്ന സ്തോത്രം ഒന്നിലധികം വിഷയങ്ങളുണ്ട്. ആ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് താൻ മുഖാന്തരമായി എന്നാണ് തുടങ്ങുന്നത്. യേശുവിനെയാണ് താൻ എന്ന് ഉദ്ദേശിച്ചത്. അപ്പം താൻ മുഖാന്തരമായി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വാക്കിനകത്തെ ആദ്യത്തെ സ്തോത്ര ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യേശു ഒരു മുഖാന്തരമാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾ ഏത് പശ്ചാത്തലത്തിലാണ് ഇരിക്കുന്നതെങ്കിലും സ്തോത്രം, ഒരുപക്ഷേ ഈ രാത്രി ഏതൊക്കെ വിഷയത്തിന് മുമ്പിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ എത്ര വലിയ വിഷയത്തിനും ക്രിസ്തു ഒരു മുഖാന്തരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഏത് കാര്യത്തിനും ഒരു മുഖാന്തരം ഉണ്ടാകണം. സ്തോത്രം. ഇപ്പോൾ ഒയാസിസ് മിനിസ്ട്രിയൊക്കെ ഇത്ര ഭംഗിയായി നടക്കുന്നതിന് പുറകിലൊക്കെ ദൈവം ഒരിക്കൽ ചില മുഖാന്തരങ്ങൾ ഉണ്ടാകും. കർത്തൃദാസന്മാരോട് ചോദിച്ചാൽ അറിയാം, ഓരോ വേദികളിലേക്ക് ഓരോ ദൈവദാസന്മാർ എത്തപ്പെട്ടത്, സ്തോത്രം, ദൈവം പലരെ ഉപയോഗിക്കുന്നത്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്, ചിലർ രക്ഷപ്പെട്ടത്, ചില ആളുകൾ നല്ല രാജ്യത്തെത്തിയത്, ചിലർ വീട് പണിതത്, ചിലർ നല്ല സ്ഥാനത്തെത്തിയത്, ഇതിനെല്ലാം പുറകിൽ പരിശോധിക്കുമ്പോൾ അവനവൻ്റെ കഴിവ് കൊണ്ടായിരിക്കത്തില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, ആരൊക്കെ വളർന്നിട്ടുണ്ടോ, ആരൊക്കെ ഉയർന്നിട്ടുണ്ടോ, അതിൻ്റെ പുറകിലൊക്കെ ചില മുഖാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല മുഖാന്തരങ്ങൾ ഉണ്ടായവരാണ് സ്തോത്രം രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ വീട്ടുകാരായിരിക്കാം, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ സ്തോത്രം പ്രാർത്ഥനാ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കാം. സ്തോത്രം. ഒരു വീട്ടിൽ തകർച്ചയുടെ മധ്യത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് സമയത്ത് ആ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞു ചിലപ്പോൾ ആ വീട്ടിലെ വിദ്യാഭ്യാസമുള്ള ഒരു കുഞ്ഞിനെ വിദേശത്ത് കൊണ്ടുപോകാനുള്ള വിസാ ക്രമീകരണങ്ങളോ കാര്യങ്ങളോ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരാൾ മുഖാന്തരം ഒരു കുഞ്ഞ് ഒരു നല്ല സ്ഥലത്തെത്തി. അതോടുകൂടി ആ കുടുംബത്തിന് സ്ഥിതിക്ക് ഭേദം വന്നു, കഷ്ടത മാറാൻ തുടങ്ങി, ആ കുടുംബത്തിന് ദാരിദ്ര്യം മാറി, അവർക്ക് വീടുണ്ടായി, അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. കേരളത്തിന്റെ മണ്ണിൽ പ്രത്യേകിച്ച് ആത്മീകരുടെ ഇടയിൽ 100 കണക്കിന് ആളുകൾ ഇന്നലകളെ പരിശോധിച്ചാൽ ചിലര് മുഖാന്തരമായതുകൊണ്ട് രക്ഷപ്പെട്ട 100 കണക്കിന് ആളുകളുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ദൈവാത്മാവിൽ പറയാം, എൻ്റെ കർത്താവിനെ ഞാൻ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു. മുഴുമഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോൾ തന്നെ സ്തോത്രം, കർത്തൃദാസൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സ്തോത്രം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഈ രാത്രി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ബഹുമാന പുരസ്സരം ഓർക്കുന്നു, എന്നെ കൈപിടിച്ച് നടത്തിയ ചില മുഖാന്തരങ്ങളുണ്ട്. ഇന്നെന്ന വണ്ണം ഓർക്കുന്നു, സ്തോത്രം, സുവിശേഷ വേദികളിലേക്ക് സ്തോത്രം 5 മിനിറ്റ് ആരോടെങ്കിലൊക്കെ ചോദിച്ച് മേടിച്ച് എന്നെ കൊണ്ട് പ്രസംഗം പഠിപ്പിച്ച ചില മുഖാന്തരങ്ങളുണ്ട്. അങ്ങനെ ചിലര് മുഖാന്തരമാണ്. ഇന്ന് രാത്രികാലം നിങ്ങൾ ആരെങ്കിലും അറിയുന്ന ഒരാളായി ഇന്ന് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയെങ്കിൽ ഇതിന്റെ പുറകിൽ എൻ്റെ സ്വന്തം കഴിവല്ല, സ്വന്തം താലന്തല്ല, എൻ്റെ പരിശ്രമമല്ല, ദൈവം ചില മുഖാന്തരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം ഞാൻ ദൈവാത്മാവിൽ പറയാം, ഒരു മുഖാന്തരവും ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരും പോലും ശത്രുക്കളെ പോലെ പെരുമാറുകയും വരുന്ന വഴികളെ വഴിത്തലക്കൽ വെച്ച് അടച്ചു മടക്കി അയക്കാൻ ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ച് ആ നിലവാരത്തിൽ സഹിക്കവയ്യാത്ത പ്രയാസവുമായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രികാലം മനുഷ്യനല്ല, അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായവൻ, ആയിരക്കണക്കിന് ആളുകൾക്ക് മുഖാന്തരമായവൻ, മരണത്തിൽ നിന്ന് വിടുവിച്ചവൻ, ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണഭൂതനായവൻ, ഈ രാത്രി ഈ യോഗത്തിന്റെ കേന്ദ്ര പ്രസംഗ വിഷയം അവനാകയാൽ ആ ദൈവപുത്രനെ മഹത്വം കൊടുക്കാൻ കഴിയുന്നവരെല്ലാവരും നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന സ്വത്ര നിലവാരത്തിൽ ഇത് ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് സ്വത്ര എവിടെ ഇരുന്ന് കേൾക്കാനും പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്വത്ര ഈ മിനിസ്ട്രി പണം മുടക്കി ചെലവഴിച്ച് ഇവിടെ ക്രമീകരിച്ചത് ഇവരാണെങ്കിലും ഒരു ചെലവുമില്ലാതെ നിങ്ങളുടെ ഫ്ലാറ്റിലോ വീട്ടിലോ ഇരുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആശങ്കയുടെ മുനയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളിത് കേൾക്കാനിടയായതൊരു ഭാഗ്യമെന്നുണ്ട്. എന്നിട്ട് ആത്മാവിൽ
പറ, സ്തോത്ര, എനിക്ക് രക്ഷപ്പെടാൻ ഒരു മുഖാന്തരവുമില്ല, എനിക്ക് പുറത്തു വരാൻ ഒരു മുഖാന്തരവുമില്ല, എൻ്റെ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കാൻ ഒരു മുഖാന്തരമില്ല, എൻ്റെ ജീവിതം ഒന്ന് നേരെയാക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഏതെങ്കിലും വിധത്തിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഞാൻ ആത്മാർത്ഥമായി പറയാം, യേശു ഒരു മുഖാന്തരമാണ്. ഈ രാത്രി ഞാൻ ഇവിടെ പറയുമ്പോൾ പറയാതെ ദൈവത്തിന് നന്ദി പറയുന്ന ആളുകൾ, സ്തോത്രം ചെയ്യുന്ന ആളുകൾ, ഈ വേദിയിൽ ഇരിക്കുന്ന കർത്തൃദാസന്മാരും സദസ്സിലെ ദൈവമക്കളും അറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണം എന്താണെന്നറിയാമോ? ഇന്ന് രാത്രി അവർക്കറിയാം ഇവിടെ വരെ എത്തിയത് ദൈവം മുഖാന്തരമായതുകൊണ്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രിക്കാലം സ്തോത്രം, വൈദ്യശാസ്ത്രം കൈവിട്ട ചിലര് സൗഖ്യമാക്കാൻ മുഖാന്തരമായത് യേശുവിൻ്റെ നാമമാണ്. കടം കയറി മുടിയുമെന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലാതിരുന്നപ്പോൾ, ആത്മഹത്യ അല്ലാതെ രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ, ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതിരുന്നപ്പോൾ, ഏതോ ഒരു ദൈവദാസൻ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു പറഞ്ഞ ശ്രീ യേശുവിന്റെ നാമം ആ കുടുംബത്തിനൊരു പിടിവള്ളി പോലെ മുഖാന്തരമായതുകൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് സാക്ഷികൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഈ രാത്രികാലം കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഈ രാത്രി ഞാൻ നിങ്ങളെങ്ങനെ ഓർപ്പിക്കാം, യേശു ഒരു മുഖാന്തരമാണ്. വേദപുസ്തകത്തിനകത്ത് ഒരുപാട് പേരെ ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ സ്തോത്രം ഒന്നിനു പുറകെ ഒന്നായി വേദിയിൽ നിർത്തിയാൽ അവരെല്ലാവരും പറയും, സ്തോത്രം, അവരെ ഇന്ന് ഈ പുസ്തകത്തിലൂടെ ദൈവസഭകൾ ആരെങ്കിലൊക്കെ അറിയാൻ മുഖാന്തരമായത് യേശുവാണ്. പക്ഷെ എനിക്ക് ആ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ പോരല്ലോ, സ്തോത്രം, ബാക്കി ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രധാനമായിട്ടും ഇന്ന് ഈ വാക്യം പ്രസംഗിക്കാൻ വേണ്ടി എടുത്തത് അതിനകത്ത് കിടക്കുന്ന 5-6 കൂട്ടം കാര്യങ്ങളല്ല. വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട് എന്നൊരു പ്രയോഗത്തോടു കൂടെയാണ്. എന്തുകൊണ്ട് എന്ന വിഷയമാണ് പ്രസംഗിക്കാൻ എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഏത് വിധത്തിലാണോ ഇന്ന് രാത്രി ജനത്തെ അറിഞ്ഞ് ഇടപെടുന്നത്, ആ വഴിക്ക് പോകുന്നതാണ് ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷം. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം അതുകൊണ്ടെന്നൊരു വാക്കിലേക്ക് എത്തിപ്പറ്റാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് എത്താം. അതല്ല, ദൈവാത്മാവ് മറ്റൊരു രീതിയിലാണ് വിശദീകരണം കൊണ്ടുപോകുന്നതെങ്കിൽ ജനത്തെ അറിഞ്ഞ് ഇടപെടുന്നൊരു ദൈവത്തെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കർത്താവ് ആ വിധത്തിൽ ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, ഒന്നോടെ പറഞ്ഞോട്ടെ, പുഴവക്ക് സ്തോത്രം, ആ കുളക്കരയിൽ കിടന്ന സ്തോത്രം, ആ രോഗിയായ മനുഷ്യൻ, 38ഓളം വർഷങ്ങൾ കടന്നവൻ, അവൻ സ്തോത്രം ഇന്ന് രാത്രി വേദിയിലുണ്ടെങ്കിൽ പറഞ്ഞേനെ, യേശു മുഖാന്തരമാണ് ഞാൻ എഴുന്നേറ്റത്. 4 ആളുകൾ കൂടി കട്ടിൽ ചുമന്നുകൊണ്ട് വന്ന ആളുകൾ ഒരുപക്ഷെ കട്ടിൽ അവിടെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും അവൻ എഴുന്നേറ്റത് യേശു മുഖാന്തരമാണ്. രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞേരെ, ഒത്തിരി പേര് ശ്രമിച്ചതാ ഞാൻ രക്ഷപ്പെടാൻ, അവരാരും മുഖാന്തരമായില്ല, പക്ഷെ യേശു മുഖാന്തരമാണ് ഞാൻ ജീവിച്ചിരുന്നത്. സ്തോത്ര, യായിറോസിന്റെ 12 വയസ്സുള്ള കുഞ്ഞ് സ്തോത്ര ഇന്ന് യോഗത്തിനുണ്ടെങ്കിൽ പറഞ്ഞേനെ, ഞാൻ മരിച്ചതായിരുന്നു, സ്തോത്ര, ഹല്ലേലൂയ, എൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ചതായിരുന്നു, പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉണ്ടാകാൻ കാരണം യേശു മുഖാന്തരമാണ്. അതുകൊണ്ട് ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരുമില്ലാത്തവർക്കൊരു മുഖാന്തരമാകാൻ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി വിശ്വസ്തനാണ്. ഏതെങ്കിലും കാര്യത്തിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ സ്തോത്ര ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും കർത്താവുമായിട്ടൊരു അകമഴിഞ്ഞ ബന്ധത്തിലിരിക്കുന്നവരാണെന്നുള്ള വിചാരത്തോടെ സ്തോത്രം ഞാൻ ആ രീതിയിൽ നിങ്ങളോട് പറയാം, കർത്താവ് ഒരു മുഖാന്തരമാണ്. നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാത്രി ജനുവരിയിലേക്ക് കയറിയപ്പോൾ തന്നെ ഏതെങ്കിലും വിഷയങ്ങൾ ഭാരമായും പ്രയാസമായും ബുദ്ധിമുട്ടായും മുമ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങൾ ഇന്ന് രാത്രിക്കാലം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പറയണം, കർത്താവേ, 10,000-ങ്ങൾക്ക് മുഖാന്തരമായ അങ്ങ് ഇന്ന് രാത്രി എൻ്റെ ചില വിഷയങ്ങളെ ഒരു വിടുതലാക്കി തീർക്കാൻ, എൻ്റെ ജീവിതത്തിൽ ചില നന്മകളാക്കി തീർക്കാൻ അവിടെ നിന്നൊരു മുഖാന്തരമാകണമെന്ന് ഈ പ്രഭാഷണം കഴിയുന്നത് വരെ പ്രാർത്ഥിക്കാനിരിക്കണ്ട, എന്നെക്കൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കണ്ട. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് നോക്കി നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് അടുത്തിരിക്കുന്നവരെ പോലും നോക്കാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഷ കൂടി ഉപയോഗിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം എൻ്റെ അകത്ത് ദൈവാത്മാവ് പറയുന്നു, ഞാൻ ചിലർക്ക് മുഖാന്തരമാകാം. ഈ രാത്രി പ്രദേശത്ത് മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് പോലെ ഒരുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ജീവിച്ചിട്ട് കഥയില്ല എന്ന് ശത്രു അടുക്കലിരുന്ന് കൂടെ പറയുന്നത് കൊണ്ട് സ്തോത്രം നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുഖാന്തരമാകാൻ നമ്മുടെ കർത്താവ് ശക്തനും വിശ്വസ്തനുമാണ്. അപ്പൊ ഈ പരമ്പരയിലെ ഈ വാക്യത്തിലെ യേശുവിനെ കേന്ദ്രീകരിച്ച് സ്തോത്രം വിശദീകരിക്കുകയാണെങ്കിൽ ആദ്യത്തേത് മുഖാന്തരമാകുന്ന ക്രിസ്തു. അടുത്ത വാചകം എന്താ എഴുതിയിരിക്കുന്ന നോക്കിയ, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി.
അപ്പോൾ രണ്ടാമത്തെ യേശുവിനെ കേന്ദ്രീകരിച്ച് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യേശു ക്രിസ്തു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നവനാണ്. സ്തോത്രം. കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും? യേശു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ മാർഗക്കാരെന്താണ് ചെയ്യുന്നത്? സ്തോത്രം. അതിന്ന് മീഡിയ ഒക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് ഒരു തർക്ക വിഷയമാണ്, ചർച്ചാ വിഷയമാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയായിരിക്കും. സ്തോത്രം. വിവാദപരമായിരിക്കുന്ന വിഷയത്തിലേക്കൊന്നും തിരിയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ രാത്രി പരമാർത്ഥ ഹൃദയമുള്ളവർക്കറിയാം, സ്തോത്രം, ഈ ലോകത്തിൽ 2 ശക്തികൾ ശക്തമായിട്ട് വ്യാപരിക്കുന്നുണ്ട്. അതിനെ ഇന്ന് രാത്രിയിൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് പറയാം. ഒന്ന്, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ശക്തി. സ്തോത്രം. 2, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ശക്തി. സ്തോത്രം. ഈ രാത്രികാലം വിവേകത്തോടെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ. ഇതുപോലത്തെ കൊച്ചു കൊച്ചു യോഗങ്ങൾ മുക്കിന് നടക്കുന്നൊരു സമയമാണ് കേരളത്തിൽ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസമൊക്കെ. ഇങ്ങനൊരു യോഗം കാണുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക്, ചിന്തിക്കുന്നവർക്ക്, സ്തോത്രം, പല വിധത്തിലാണ് അവരുടെ വൈകാരിക പ്രകടനങ്ങൾ. ചിലർ വഴിപോക്കർ പറഞ്ഞേക്കാം പണിയൊന്നും ഇല്ലാത്തവരാണ്, ചിലർ പറഞ്ഞേക്കാം കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞേക്കാം. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് ഈ ലോകത്തിൽ അഭ്യസ്തവിദ്യരായിരിക്കുന്ന മാവേലിക്കരയ്ക്ക് പരിസരത്ത് ജീവിക്കുന്ന ആളുകൾ, സ്തോത്രം, അകത്തോ പുറത്തോ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ, സ്തോത്രം, സമ്മതിക്കുന്നു ഈ ലോകത്തിൽ മനുഷ്യനെ, സ്തോത്രം, ആത്മീകതയിൽ നിന്ന് അകറ്റുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, മാന്യതയിൽ നിന്ന് അകറ്റുന്ന, കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്ന് പോലും അകറ്റുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ബോധമുള്ളവർ ചിന്തിക്കട്ടെ, ഈ യോഗം കൊണ്ട് ഒരു മനുഷ്യനെയും ദൈവത്തിൽ നിന്ന് അകറ്റുകയില്ല. ഈ യോഗം കൊണ്ട് ആളുകളെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷ യോഗം, ഒരു ദൈവദാസൻ, സ്തോത്രം, ഒരു നാൽക്കവരയിൽ നടക്കുന്ന പരസ്യയോഗം, അതൊന്നും ഒരിക്കൽ പോലും മനുഷ്യനെ അശാന്തിയിലേക്കോ അല്ലെങ്കിൽ പാപമംഗലമായ പശ്ചാത്തലത്തിലേക്കോ അനീതിയിലേക്കോ കലഹത്തിലേക്കോ അല്ല കൊണ്ടുപോകുന്നത്. പിന്നെയോ അവരെ സത്യത്തിലേക്കും ദൈവത്തിങ്കിലേക്കും സമാധാനത്തിങ്കിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ കൃപയാൽ വളരെ മാന്യമായ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, ദൈവത്തോട് അടുപ്പിക്കുന്നവരാരാണെന്നുള്ളത് മനസ്സിലാക്കണം. തെറ്റിദ്ധാരിപ്പിക്കപ്പെടുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്തോത്രം, ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് സ്തോത്രം തെറ്റിദ്ധാരണകൾ, എത്രയോ വിചിത്രമായ രീതിയിലാണ് ആത്മീയതയെയും ഈ മാർഗത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷേ സത്യസന്ധമായി പറയാം, ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ സുവിശേഷം കൊണ്ട് ദൈവത്തോടടുത്തു. അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി തലമുറകൾക്ക് മുമ്പ് ദൈവത്തോടടുത്തവരും അവരുടെ മക്കളും കൊച്ചുമക്കളും, സ്തോത്രം, സർവശക്തനായ ദൈവത്താൽ മാനിക്കപ്പെട്ട് അനേകർക്ക് അനുഗ്രഹമാകാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അതിൻ്റെ ചുവട് നിങ്ങൾ ആരെങ്കിലും അന്വേഷണ മനസ്സോടെ തപ്പിപ്പോയാൽ, സ്തോത്രം, അവർ മതം മാറിയോ സഭ മാറിയോ എന്നുള്ളതല്ല, പരമാർത്ഥ ഹൃദയത്തോടെ ചിന്തിച്ചാൽ, സ്തോത്രം, അവരുടെ അപ്പനോ വല്യപ്പനോ ദൈവത്തോടടുക്കാൻ തയ്യാറായി. ആ ദൈവത്തോടടുത്തവൻ്റെ കുടുംബങ്ങളെയെല്ലാം സ്വർഗം അനുഗ്രഹിക്കാൻ തുടങ്ങി. അവൻ്റെ സന്തതികളെ ദൈവം ഉയർത്താൻ തുടങ്ങി, ഉന്നതമായ സ്ഥാനത്തെത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അസൂയപ്പെട്ടിട്ട് കഥയില്ല. ഇനിയും സാഹചര്യമുണ്ട്. ആര് ദൈവത്തോട് അടുക്കുന്നോ അവരെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ തന്നെ ഭയാനകവും, സ്തോത്രം, അതിനീചവുമായിരിക്കുന്നൊരു പദ്ധതിയാണ് മനുഷ്യനെ ദൈവത്തോട് അകറ്റിക്കളയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്തൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും, സ്തോത്രം, കഴിഞ്ഞ വർഷമൊക്കെ വളരെ വൈറലായ തരംഗമായ പല റീലുകളും വാട്സാപ്പിനകത്തും ഇതിനകത്തൊക്കെ വന്നതറിയാം. സ്തോത്രം, 8-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂൾ പരിസരത്തെല്ലാം ലഹരികൾ വിൽപ്പന നടത്തുകയും പെൺകുട്ടികളടക്കം ലഹരി മാഫിയയുടെ കയ്യിലകപ്പെട്ട്, സ്തോത്രം, സ്കൂൾ പരിസരത്ത് യൂണിഫോം ഇട്ട പെൺകുട്ടികൾ, സ്തോത്രം, സ്മോക്ക് ചെയ്യുന്നതിൻ്റെ റീൽസ് വളരെ അഭിനയിച്ചതല്ല, അത് അവർ തന്നെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ തൻ്റെ ഇടം നിങ്ങൾക്ക് മനസ്സിലായോ? സ്കൂൾ പരിസരത്ത് പോലും പഠിക്കാൻ വേണ്ടി ഓമനത്വത്തോടെ യൂണിഫോം ഇടിച്ച് തല ചീകി പിന്നിക്കെട്ടി നെറ്റിയിൽ ഉമ്മയും കൊടുത്ത് വണ്ടി കയറ്റി വിടുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത് അവരെ വീട്ടിൽ നിന്ന് അകറ്റാൻ, പഠനത്തിൽ നിന്ന് അകറ്റാൻ, മാതാപിതാക്കളിൽ നിന്ന് അകറ്റാൻ, ദൈവത്തിൽ നിന്ന് അകറ്റാൻ, അങ്ങനെ അകറ്റാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനസാക്ഷി മരവിച്ച ഒരു സംഘം മനുഷ്യനായി തന്നെ 2 കാലം നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവരെ വരെയും ദൈവത്തോട് അടുപ്പിക്കുക എന്നതാണ് യേശുവിന്റെ മാർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ഏറ്റവും വലിയ പ്രത്യേകത. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ വർഷം കേരള സർക്കാർ കാസർഗോഡ് മുതൽ പാറശാല വരെയും ഈ വഴിയോരത്തെല്ലാം വലിയ കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ വലിയ ഹോർഡിങ്സ്, സ്തോത്രം, വലിയ 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 പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഞങ്ങളെപ്പോലത്തെ സുവിശേഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം യാത്രയായതിൻ്റെ പേരിൽ സ്ഥിരമായി കാണാൻ തുടങ്ങിയപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടു. സ്തോത്രം. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി, കാലഘട്ടത്തിലേക്കൊക്കെ എഗ്രിമെൻ്റ് ആയിരിക്കും ആ ബോർഡിനെല്ലാം. സ്തോത്രം. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോയെന്നറിയില്ല, 2024 പ്രാരംഭ സമയത്തൊക്കെ കേരള ഗവൺമെൻറ് പണം മുടക്കിയിട്ടാണ്, സർക്കാരാണ് സ്ഥാപിച്ചത് വിവിധ റോഡ് സൈഡിലും ഹൈവേയുടെ സൈഡിലെല്ലാം. സ്തോത്രം. അതൊരു വെളുത്ത പ്രതലത്തിൽ ഒരു ശവപ്പെട്ടിയുടെ പണമാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് അതിനെ മുകളിൽ എഴുതിയിരുന്ന ക്യാപ്ഷൻ ഇതായിരുന്നു: ലഹരി നിത്യവിശ്രമത്തിലേക്ക് എത്തിക്കും. സ്തോത്രം. എന്തുകൊണ്ടാണ് കേരള സർക്കാരിനെ കേരളം മുഴുവൻ അങ്ങനെ ഒരു ബോർഡ് വയ്ക്കാൻ നിർബന്ധിച്ചത്? സ്തോത്രം. അതിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്നത് സർക്കാരുകൾക്കും നിയമങ്ങൾക്കും പോലും നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്, ബോധവൽക്കരണമല്ലാതെ വേറെ രക്ഷയില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഞാനീ പറയുന്ന ഒന്നുകൂടെ കേൾക്കണേ. നിയമമുണ്ട്, നിയമജ്ഞരുണ്ട്, കാവലാളുകളുണ്ട്, ശിക്ഷാ നടപടികളുണ്ട്, ജയിലുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നാൽ പിന്നെ ബോർഡ് വെക്കേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. പിടിച്ചകത്തിട്ടാൽ പോരെ. എന്തിനാണ് ഇത്രയും കോടികൾ മുടക്കി ഇത് ചെയ്തത്? സർക്കാരിന് മനസ്സിലായി, സ്തോത്രം, നിയമം കൊണ്ട് പോരാടുന്നതിനേക്കാൾ ബോധവൽക്കരണമാണ് നല്ലത്. ആരെങ്കിലും ബോധവൽക്കരിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളുമായി ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. ശരിയല്ലേ? സ്തോത്രം. ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ബോധവൽക്കരണം തന്നെ. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ലല്ലോ. സ്തോത്രം. ഇത് തന്നെ ബോർഡ് വെക്കാതെ, കാശ് മുടക്കാതെ, ഞങ്ങൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ എടുക്കാതെ, സ്തോത്രം, ദൈവസന്നിധിയിൽ ആരെങ്കിലും റബ്ബർ മീൻകച്ചവടക്കാരോ കൂലിപ്പണിക്കാരോ ഇടുന്ന സ്വോത്ര കാഴ്ചകൊണ്ട്, സ്തോത്ര, ഹാൻഡ് മൈക്ക് മേടിച്ച് പരസ്യമായി പറഞ്ഞത് തന്നെയാ, ലഹരി നിങ്ങളെ ചതിക്കും. സ്തോത്രം. ഇതിന്റെ മൂല കാരണം ലഹരിയും പുകയൊന്നുമല്ല, മനുഷ്യൻ ദൈവത്തോട് അകലുന്നു. ആ വിഷയത്തിന് പരിഹാരമില്ലാതെ ഇവിടെ എന്തെല്ലാം ബോധവൽക്കരണം നടത്തിയാലും ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് വേണമെങ്കിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് നമുക്ക് തയ്യാറാകാം. സ്തോത്രം. ഞാൻ പറയുന്നത് ചിന്തിക്കുന്ന അഭ്യസ്തവിദ്യരായിരിക്കുന്ന ആളുകളെങ്കിലും ഇന്ന് രാത്രികാലം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും വലിയത് ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കുക. ലോകത്തിൽ ഇത്രയധികം ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന വേറൊരു കൂട്ടരില്ല. ആരും കൂലി തന്നിട്ടല്ല, ആരും ചെലവിന് തന്നിട്ടല്ല. ഇത് സർവശക്തനായ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതുകൊണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ചെരിപ്പിടാത്ത കാലുകൊണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലത്ത് ഈറൻ പോലും മാറാതെ ഈ തെരുവിലൂടെ നടന്നവർ പറഞ്ഞു, നാൽക്കവരയിൽ നിന്നവർ പറഞ്ഞു, ഇതുപോലെ പാടാനും പ്രസംഗിക്കാനും ആളില്ലാത്ത കാലത്ത്, ഇതുപോലത്തെ ഉച്ചഭാഷണം ഇല്ലാത്ത കാലത്ത് തകരപ്പാട്ട വളച്ചു വെച്ചവർ പറഞ്ഞു, സ്തോത്രം, പാപം നിങ്ങളെ ചതിക്കും, നിങ്ങളുടെ മക്കളെ ചതിക്കും. അതൊന്ന് കേൾക്കാൻ ആളില്ലാതെ വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ സംഘടനകളും, ഞാൻ പവർ വിഷനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്തോത്രം ഒരാൾ കൂടിയാണെന്ന് കർത്തൃദാസൻ പറഞ്ഞല്ലോ. ആ സമയത്താണ് പവർ വിഷനിൽ ജാഗ്രത എന്നൊരു ശുശ്രൂഷ. ഇന്നും അതുണ്ട്. പവർ വിഷൻ മാത്രമല്ല, സ്തോത്രം, ഇവിടുത്തെ മുഖ്യധാര ചാനലുകളും ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങളെല്ലാം, സ്തോത്രം, ആ സമയത്ത് ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായി നിന്നു. കാരണം എന്താ? ഇത് പിടിവിട്ടു പോകുന്നൊരു സ്ഥിതിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ശാസ്ത്രവും സാമൂഹിക കാര്യങ്ങളും പറഞ്ഞു പോയാൽ സുവിശേഷത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. ചുരുക്കി പറയാം ആ ഭാഗത്തെ. സ്തോത്രം, മനുഷ്യൻ ദൈവത്തോടകന്നാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ആ ഒരു വാക്ക് മാത്രം എടുത്തുന്ന രാത്രി ഞാൻ ഒരു സഭായോഗത്തിലോ അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിലാണെങ്കിൽ, അങ്ങനെ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ ആ രീതി പറഞ്ഞേനെ. കൺവെൻഷൻ വിളിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രസംഗം പ്രസംഗിക്കുന്നത് ശരിയല്ലല്ലോ. എങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഓർത്തോണം, ദൈവത്തിൽ നിന്ന് 1 ഇഞ്ച് അകന്നാൽ അത് നാശത്തിലേക്കാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്കൊരു രാത്രി നിങ്ങളുടെ ഒരു കുടുംബ പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾ ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവത്തോട് പറയണം, ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, എൻ്റെ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തൊക്കെ ഈ ലോകത്തിൽ വന്നാലും അതിൻ്റെ മാസ്മരികമായ ഏതൊക്കെ ആകർഷണ വലയങ്ങൾ ഉണ്ടെങ്കിലും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ദൈവത്തിൽ നിന്ന് അകലാൻ ദൈവം ഇടയാക്കരുത്.
നിങ്ങൾ ഏത് രാജ്യത്തിരുന്നത് കേട്ടാലും ദൈവത്തിൽ നിന്ന് അകന്നവരെല്ലാം നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുവെഴുത്തിനകത്തൊക്കെ അനേക ഭക്തരെഴുതി വെച്ചു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. സ്തോത്ര ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കാൻ ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, നാൽക്കവലിൽ നിന്നോ വീടാന്തരം വാതിക്കൽ വന്ന് മുട്ടിയോ, ശ്രോത്രൻ്റെ സഹോദരങ്ങളെ പോലെ ആളുകളെ ആകർഷിക്കാൻ രണ്ട് മനോഹരമായിരിക്കുന്ന പാട്ടുപാടി ആരെങ്കിലും ഒരാൾ കാര്യം പറഞ്ഞോ, അങ്ങനെയൊക്കെയാണ് മനുഷ്യരായ നമ്മൾ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി ശ്രോത്രം നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തോട് മനുഷ്യനെ അടുപ്പിച്ചു. അതെങ്ങനെയാന്ന് ഈ വാക്യത്തിലല്ല എഴുതിയിരിക്കുന്നത്, അത് മറ്റൊരു അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിക്കുന്നത് ഒരുപക്ഷെ ഈ രാത്രി നന്നായിരിക്കും. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിനകത്താണ് യേശു കവലയിൽ വന്ന് പരസ്യയോഗം നടത്തുകയോ, യേശു ശ്രോത്രം ഒരു ബുക്ക്ലെറ്റ് പ്രിന്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്തത് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ. യേശു എന്താ ചെയ്തതെന്ന് അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരിക്കുന്ന ധന്യനായ പത്രോസ് ലീഹ തനിക്കൊരു ലേഖനം എഴുതാൻ ദൈവം അവസരം കൊടുത്തപ്പോൾ പരിശുദ്ധാത്മ പ്രേരിതനായി അദ്ദേഹം എഴുതി 1 പത്രോസ് 3:18, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവപുത്രനായ ക്രിസ്തു എന്താണ് ചെയ്തത്? വായിച്ചോളൂ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, കേട്ടോളണം, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി, നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി, പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. മതി. സ്തോത്രം. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ആ വാക്യമൊക്കെയാണ് വാസ്തവത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ടത്. ആ വാക്യമൊക്കെയാണ് കൺവെൻഷന് പോകുമ്പോൾ ആരെങ്കിലും പ്രിന്റ് ചെയ്ത് തരുവാണെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ടത്. കാരണം ആ വാക്യത്തിൻ്റെ ആന്തരിക അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ക്രിസ്തു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി 10,000 ട്രാക്റ്റ് അടിച്ച് പ്രസിദ്ധീകരിച്ചെന്നല്ല, ശ്രോത്രം 4 സംഘടന രൂപീകരിച്ച് 4 വശത്തേക്കുമായി, അതൊക്കെ ഈ കാലഘട്ടത്തിൽ ദൈവമായി കർത്താവ് ഏൽപ്പിച്ചവർ ചെയ്യുന്നു. പക്ഷേ യേശു ഇതിനു വേണ്ടി കാരണക്കാരനായി. എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെയും വിശദീകരണമില്ല. പത്രോസ് 1-2 വാക്കുകൾ എഴുതിയിട്ടുള്ളൂ. ഒരിക്കലായി കഷ്ടം അനുഭവിച്ച് മരിച്ചു. അങ്ങനെയല്ലേ വായിച്ചത്? അപ്പം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി യേശു സഹിച്ച ത്യാഗം, ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് മരിച്ചു. ഇന്ന് രാത്രി ആ മരണത്തെ ഇവിടെ വിശദീകരിച്ചാൽ ഇന്ന് രാത്രിക്കാലത്തെ പ്രസംഗത്തിൻ്റെ മുഴുവൻ സമയവും യേശു സഹിച്ച കഷ്ടതയെക്കുറിച്ച് പറഞ്ഞ് ഇന്ന് രാത്രി ഇവിടെ തീർക്കേണ്ടി വരും. എനിക്ക് പൊതുജനസമക്ഷം വളരെ സന്തോഷമുള്ള ഭാഗമാണ് യേശു ക്രിസ്തുവിൻ്റെ തനേറ്റ മഹാപീഡനങ്ങളെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ. പക്ഷേ ഈ രാത്രിക്കാലം പ്രഭാഷണത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ ബാക്കി കിടക്കിയാൽ ആ ഭാഗത്തേക്ക് പോകാൻ സ്തോത്രം ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ അതിദാരുണമായിട്ടാണ് പീഡിപ്പിച്ചത്. കഷ്ടം സഹിച്ചു എന്ന് പറയുന്നത് പട്ടിണി കിടന്നതോ സ്തോത്രം ഉടുതുണിക്ക് വേറൊരു തുണി മാറി ഉടുക്കാനില്ലാതിരുന്നതല്ല. ഗദസമന തോട്ടത്തിൽ തൻ്റെ അവസാനത്തെ പെസഹ രാത്രി അരിമശിഷ്യന്മാരുമായിട്ട് യെരൂശലേമിലെ മാളികമുറിയിൽ പെസഹ കഴിച്ച അനന്തരം യേശുവിനെ കെട്ടിപ്പിടിച്ച് സ്തോത്രം പാടി യാത്ര പറഞ്ഞിട്ട് സ്തോത്രം താൻ പ്രാർത്ഥിക്കാറുള്ള ഒലിവുമലയിലെ ഗദസമനയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ മുതൽ കർത്താവ് വ്യഥകൾ ഏറ്റെടുക്കുന്നു. സ്തോത്രം. രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. അവിടെ അടികിട്ടിട്ടല്ല, മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്തത് കൊണ്ട് രക്തധമനികൾ പൊട്ടിയിട്ട് രോമകൂപങ്ങളിലൂടെ വയർപ്പ് തുള്ളിക്ക് പകരം രക്തത്തുള്ളികളാ വീണതെന്ന ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നത്. ആ സമയത്ത് കർത്താവ് സ്തോത്രം ദുർദൂതൻ വന്ന് തൊട്ട് കർത്താവ് എഴുന്നേറ്റ് നിന്ന് ബലപ്പെട്ട് നിൽക്കുമ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ റോമൻ പട്ടാളക്കാർ വരികയാണ്. സ്തോത്രം. കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന നിമിഷത്തിൽ തൻ്റെ ശിഷ്യന്മാരെല്ലാം ചെതറി ഓടി. ഒറ്റപ്പെട്ടവനായ കർത്താവ് സ്തോത്രം ആ കാബാലികരുടെ കയ്യിൽ അകപ്പെട്ടു. അവിടെ മുതൽ മൃഗീയമായ പീഡനങ്ങൾ ആരംഭിക്കുകയാണ്. സ്തോത്രം. റോമൻ ചമ്മട്ടി എന്നൊക്കെ പറയുന്നത് അസാധാരണമാണ്. വിചാരിക്കാനോ നമുക്ക് ചിന്തിക്കാനോ പറ്റുന്നതല്ല. ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു വലിയ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ചെറിയ ചില ഭാഗം മാത്രം അടർത്തിയെടുത്ത് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഇംഗ്ലീഷ് പിക്ചർ വളരെ സ്തോത്രം വിഭവസമർത്ഥമായിട്ട് ഒരു സമർത്ഥനായിരിക്കുന്ന സംവിധായകൻ സ്തോത്രം ഒരു അഭിനേതാവിനെ കൊണ്ട് അഭിനയിച്ച് ഈ ലോകത്തിന് സമ്മാനിച്ചു. ലോകം മുഴുവൻ കണ്ട സ്തോത്രം വലിയ വലിയ സംഭവമായിരുന്നു. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആ വലിയ സ്തോത്രം CD-യിലും കാസറ്റിലൊക്കെ നിങ്ങളുടെ വീട്ടിലും കണ്ടു കാണും. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചൊരു കാര്യം ഇതാണ്. യേശുവായിട്ട്
അഭിനയിക്കുന്ന മനുഷ്യൻ യേശുവിനെ കുനിച്ചു നിർത്തി ചമ്മട്ടിക്കടിക്കുന്നൊരു സീനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിദാരുണമാ. കണ്ടാൽ സ്തോത്രം. അതൊക്കെ കണ്ടപ്പോൾ ഗ്രാമീണരായിരിക്കുന്ന ആളുകൾ വാവിട്ട് നിലവിളിച്ചു. അമ്മമാർ നെഞ്ചത്തടിച്ച് അഭിനയിച്ചതാണ്, ഒരു സിനിമയാണെന്ന് ഓർത്തോളണം. അപ്പോൾ യാഥാർത്ഥ്യം എത്ര ഭയാനകമായിരിക്കും. യേശു ക്രിസ്തുവായിട്ട് അഭിനയിക്കുന്ന മനുഷ്യനെ ഒരർത്ഥവസ്ത്രധാരിയായി അരയിൽ മാത്രം ഒരു വസ്ത്രം ചുറ്റിയിട്ട് ഒരു കുറ്റിയിലേക്ക് കുനിച്ചു നിർത്തിയിരിക്കുന്നതാണ് രംഗം. അടിച്ച് തകർക്കപ്പെട്ടതായിട്ട് സ്തോത്രം മേക്കപ്പ് ചെയ്തിരിക്കുന്ന ആൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുക. അഭിനയിക്കുന്നയാൾ വളരെ നന്നായിട്ട് അഭിനയിക്കുക. അതിന് ഷൂട്ട് നടക്കുന്ന സമയം ചമ്മട്ടി അവിടെ പലസ്തീനിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോമൻ ആയുധങ്ങൾ, ശിക്ഷാ നടപടിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളെല്ലാം അവർ കണ്ടെത്തി കളക്ട് ചെയ്ത് നാളുകൾ കൊണ്ട് അതിൻ്റെ ഒറിജിനൽ ഭാവം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും തോലുകൾ കീറിയെടുത്തിട്ട് പെൺകുട്ടികൾ മുടി പിന്നുന്നത് പോലെ പിന്നി പിണച്ചിട്ട് അതിൻ്റെ അഗ്രത്തിൽ ചൂണ്ടക്കൊളുത്തുകളും അസ്ഥിക്കഷ്ണങ്ങളും ഈയക്കട്ടകളും പിടിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ വിചിത്രമായിരിക്കുന്ന ഒരു ശിക്ഷാ നടപടിക്ക് ഉപയോഗിക്കുന്ന ഒരായുധമാണ് ചമ്മട്ടി എന്ന് പറയുന്നത്. അത് വിനാഗിരി വെള്ളത്തിനകത്ത് ഒരു ബേസിനകത്ത് നിറച്ച് വിനാഗിരി നിറച്ചിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുക, നല്ല വഴുവഴുപ്പുണ്ടാകാൻ. ഒരു പ്രതിയുടെ പുറത്തേക്ക് ആഞ്ഞ് വീശുമ്പോൾ അത് സ്തോത്രം അത് ഈ തോലൊക്കെ ഉണങ്ങിയ വടി പോലെ ഇരിക്കുക. അതുപോലെ വരാതെ ആ വഴുക പരുവത്തിന് വരുവേണ്ടതിന് വേണ്ടി വിനാഗിരി വെള്ളത്തിനകത്താണ് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നു. സ്തോത്രം. യേശുവിനെ സ്തോത്രം കൊണ്ടുപോയി അങ്ങനെ ചമ്മട്ടി കൊണ്ട് അഭിനയിക്കുന്ന മനുഷ്യനെ കുനിച്ചു നിർത്തിയിട്ട് സ്തോത്ര രംഗം നല്ല ക്ലിയർ ആകാൻ അനേക ക്യാമറകൾ വെച്ച് വിവിധ ആംഗിളിൽ അത് സ്തോത്രം വളരെ വളരെ വിദഗ്ധമായ രീതിയിൽ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ തൊട്ടപ്പുറം ഈ യേശുവായിട്ട് അഭിനയിക്കാൻ വേണ്ടി കുനിച്ചു നിർത്തിയിരിക്കുന്ന മനുഷ്യൻ്റെ തൊട്ടപ്പുറം ഒരു ഡമ്മി മനുഷ്യൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ ക്യാമറ പല ആംഗിളിൽ പിടിച്ചെടുക്കുമ്പോൾ യേശുവിനെ അടിക്കുന്ന പട്ടാളക്കാരനായിട്ട് അഭിനയിക്കുന്ന ആളുകൾ ചമ്മട്ടി ചുടുത്തിയിട്ട് ആഞ്ഞടിക്കേണ്ടത് ഡമ്മിയുടെ പുറത്തേക്കാണ്. സ്തോത്രം. പക്ഷെ ക്യാമറയുടെ അസാധാരണ കഴിവ് കൊണ്ട് സ്തോത്രം അതിനെ മുഴുവൻ ഈ മനുഷ്യൻ്റെ പുറത്തേക്ക് അടിക്കുന്നതായിട്ടാണ് നമുക്ക് സ്ക്രീനിൽ വരുമ്പോൾ തോന്നുള്ളൂ. ഇതാണ് അവിടുത്തെ ടെക്നോളജി. അങ്ങനെ അടിക്കുകയാണ്, കുനിച്ചു നിർത്തിയിട്ട് അടിക്കുക. അടിക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കുന്ന ആള് അഭിനയിക്കാൻ വേണ്ടി നിർത്തി. അടിക്കുന്നയാൾ ഒരുങ്ങി നിന്നു. യേശുവായിട്ട് അഭിനയിക്കുന്ന ആൾ കുനിഞ്ഞു നിന്നു. സംവിധായകർ സഹസംവിധായകർ എല്ലാം നിരന്നു നിന്നു. ശ്വാസം വിടാതെ രംഗമെടുക്കുക. ആ സമയത്ത് സ്തോത്രം ആ സംവിധായകൻ സ്തോത്രം ആക്ഷൻ പറഞ്ഞു. അഭിനേത്രികൾ അഭിനയിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ ആഞ്ഞടിക്കുന്നു. ഒരടി കഴിഞ്ഞു. യേശുവായിട്ട് അഭിനയിക്കുന്നയാൾ പൊളയിഞ്ഞു. നമ്മൾ സീനിൽ കണ്ടതാണ്. സ്തോത്രം. 2-3 അടി കഴിഞ്ഞു. ഒരടി ആഞ്ഞടിക്കുമ്പോൾ അനേക ഇതുപോലെ എൻ്റെ കൈവിരലിനേക്കാൾ അധികം 10-12 സ്തോത്രം ഇഴകളുള്ള മുടി പോലെ പിന്നിപ്പണച്ചിട്ടിരിക്കുന്ന ആ ചമ്മട്ടി ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തു സ്തോത്രം അതിങ്ങനെ ആഞ്ഞ് വളരെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഹുങ്കാരത്തോടെ കാലൂന്നി ആ പട്ടാളക്കാരനായിട്ട് അഭിനയിക്കുന്ന മനുഷ്യൻ ആഞ്ഞി പ്രതിമയുടെ പുറത്തേക്ക് അടിക്കുമ്പോൾ 2 വള്ളി ഉന്നം തെറ്റി തൊട്ടിപ്പുറം നിൽക്കുന്ന യേശുവായിട്ട് അഭിനയിക്കുന്ന ആളുടെ പുറത്തേക്ക് അടി വീണു. ഈയക്കട്ടിയും സ്തോത്ര അസ്ഥിക്കഷ്ണങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്നത്. അടി 2 ഇതളുകൾ മാത്രം മാറി സ്തോത്രം ഉന്നം തെറ്റി അദ്ദേഹത്തിൻ്റെ പുറത്ത് അടികൊണ്ട മാത്രയിൽ അദ്ദേഹം ബോധം കെട്ട് താഴെ വീണു എന്ന് എഴുതിയിരിക്കുന്നത് ആ സ്തോത്ര സംഭവത്തെക്കുറിച്ച്. സ്തോത്രം. എന്നിട്ട് അയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ 8 ദിവസത്തേക്ക് ഷൂട്ട് നിർത്തി വെച്ചു. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് വന്ന് ഒരായാസത്തോടെ ആ രംഗം പൂർത്തീകരിച്ചത്. ഞാൻ എന്തിനാ ഇതിവിടെ പറഞ്ഞെന്നറിയാവോ? അഭിനയിച്ചടിച്ച ഒരടി ഉന്നം തെറ്റിക്കൊണ്ടപ്പോൾ അടിയേറ്റവൻ ബോധം കെട്ട് വീണെങ്കിൽ പാതാളത്തിലെ മുഴുവൻ പൈശാചിക ശക്തികളും പീലാത്തോസിൻ്റെ പ്രിറ്റോറിയത്തിൻ്റെ അടിയിലത്തെ നിലയായ കൽത്തളത്തിനകത്ത് കാണാമറിയത്ത് അന്ധകാര ശക്തികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ദുഷ്ടശക്തികളെല്ലാം കൂടി ആവഹിച്ച് ഈ പട്ടാളക്കാരുടെ മേൽ കയറിയിട്ട് അവരുടെ ശക്തി മുഴുവൻ എടുത്ത് അഹങ്കാരത്തോടെ വകവരുത്താൻ വേണ്ടിയിട്ട് യേശുവിനെ ആഞ്ഞാഞ്ഞടിച്ചു. പുറമെല്ലാം ഉഴവ് ചാല് പോലെ കീറി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒരിടത്ത് പോലും യേശു ബോധം കെട്ടില്ല. സ്തോത്രം. അതിന് കാരണം ഇന്ന് രാത്രികാലം എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനല്ല. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും വഴിപാടുകളെയും നേർച്ച കാഴ്ചകൾ കൊണ്ട് മനുഷ്യൻ ദൈവത്തോടടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്കാർക്കും ദൈവത്തോടടുക്കാൻ പറ്റിയില്ലെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കാൻ വേറെ വഴിപാടുകൾക്കും നേർച്ചകൾക്കും കഴിയാതെ പോയപ്പോൾ, മതങ്ങൾക്ക് കഴിയാതെ പോയപ്പോൾ ദൈവം തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് യേശു അടിയേറ്റത്.
അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആണ്ടിലൊരിക്കൽ നമുക്കൊരു ഉത്സവം കിട്ടാൻ വേണ്ടിയിട്ടല്ല യേശു ഇവിടെ വന്ന് കാൽവരിയിൽ മരിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവുമായി അഥവാ ദൈവമായിട്ട് എത്രത്തോളം അടുപ്പമുണ്ടെന്ന് ഒന്നരയോ മണിക്കൂർ പ്രസംഗിക്കാൻ വന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവദാസൻ എന്ന നിലയ്ക്ക് ഈ രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, ഈ 2025 ആദ്യത്തെ 10 ദിവസങ്ങൾ പിന്നിട്ട് ഈ 11-ാം തീയതി രാത്രി ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആത്മാർത്ഥമായി ഇന്ന് രാത്രി ഒരു തീരുമാനം, നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ എത്ര ഉന്നതനാണെങ്കിലും, നിങ്ങൾ എത്ര ലീഡർ ആണെങ്കിലും, ഇന്ന് രാത്രി ഈ വാക്കുകൾക്ക് മുമ്പിൽ ആര് പറയും, നാഥാ ഇന്ന് ഞാൻ നിൽക്കുന്നതിനേക്കാൾ ഈ ആണ്ടിൽ ഒരു പടി കൂടെ ഞാൻ എൻ്റെ ദൈവത്തോട് അടുത്തോളാം. അതിനായിട്ടല്ലേ അങ്ങ് ഭൂമിയിൽ വന്നത്, അതിനായിട്ടല്ലേ അങ്ങ് അടിയേറ്റത്, അതിനായിട്ടല്ലേ അങ്ങ് ചാട്ടവാറടിയേറ്റത്, അതിനായിട്ടല്ലേ സ്വന്തം തോളിൽ തലചായ്ച്ചങ്ങ് മരിച്ചത്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം, സ്തോത്രം, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനൊരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ദൈവം മാനിച്ചിട്ട് അവന് വരുത്തുന്ന മാറ്റമാണ്. ഞാൻ ആ വാക്കൊന്നോടെ പറയാം. സ്തോത്രം, നിങ്ങൾ ഓർത്തു നോക്കി, ബാക്കി ഈ ലോകത്തിലെ സകല എഗ്രിമെൻറ്റുകൾക്കും എന്തെങ്കിലും ഡീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പൻ മകനുമായിട്ട് ഒരു ഇടപാട് നടത്തിയാൽ പോലും അപ്പം പറയും, നീ ഒരു ചെക്ക് എഴുതി ഇങ്ങ് തന്നേരെ ബ്ലാങ്കായിട്ട്, നീ കാശ് തരുമ്പോൾ തിരിച്ചങ്ങ് തന്നേക്കാം. സ്തോത്രം. എനിക്കറിയാം, എന്നോട് മക്കൾ വന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ അടുത്തിടയ്ക്ക് എന്തോരം പേരുടെ പരാതിയും ഭാരങ്ങളും ഈ പ്രാർത്ഥനാ വിഷയത്തോടെ ബന്ധത്തിൽ കേൾക്കുന്നു. അപ്പോൾ വന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, അപ്പൻ്റെ പൈസയുണ്ട്, അപ്പനോട് ചോദിച്ചു, എനിക്ക് സ്തോത്രം ഒരു ചെറിയ കാര്യം നടത്തിപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്, ഇച്ചിരി പൈസ തരാമെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ പൈസ തരാം, പക്ഷെ നീ ഒരു ചെക്ക് എനിക്ക് തരണം. അങ്ങനെ പറയുന്നൊരു ലോകമാണിത്. സ്തോത്രം, അങ്ങനെ പറയുന്നൊരു ലോകമാണ്. പറമ്പിൽ നിൽക്കുന്ന അപ്പൻ ഈ മോന് വേണ്ടിയിട്ടാണ് വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുന്നത്. അവന് മോനെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. ആ പുരിടത്തിൽ നല്ല പിടിമുറ്റാത്ത മരം നിൽക്കുന്നുണ്ട്. ഒരെണ്ണം വിറ്റാൽ 1-2 ലക്ഷം രൂപ കിട്ടും. 2 മരം വിറ്റാൽ മതി. സ്തോത്രം. പക്ഷേ ആധാരം ഇപ്പോഴും അപ്പൻ്റെ കയ്യില. അപ്പനോട് എന്ന് ചോദിച്ചു, മോന് ഫീസ് കൊടുക്കാനാ, പണം തരണ്ട, ആ പുറകിൽ നിൽക്കുന്ന 2 മരം വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, സ്തോത്രം, അദ്ദേഹം പറഞ്ഞു, നീ ഞങ്ങളുടെ കാലശേഷം വരെ ഞങ്ങളെ ഇറക്കി വിടില്ലെന്ന് 100 രൂപ പേപ്പറിനകത്ത് എഴുതി തരാമെങ്കിൽ 1 മരം വിൽക്കാൻ അനുവദിക്കാമെന്ന്. അല്ല, അപ്പനെ കുറ്റം പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചെറുക്കനാത്തരായിരിക്കും. അപ്പം നമുക്ക് ആരുടെയും പക്ഷം പിടിക്കേണ്ട, അതാണ് ലോകം. പക്ഷെ ഞാൻ പറഞ്ഞതെന്നറിയാമോ, ഇവിടെ ആരെന്ത് ചെയ്താലും അതിന് ഒരു പേപ്പറോ കടലാസോ ഒപ്പിട്ട് സാക്ഷിയെ കൊടുത്തെങ്കിലേ ഇവിടെ രക്തബന്ധങ്ങൾക്ക് പോലും വിശ്വാസമുള്ളൂ. പക്ഷെ ഞാൻ ഈ വേദപുസ്തകത്തിൽ കണ്ട അത്ഭുതം പറയാം. സ്തോത്രം, നീ എഴുതി കൊടുക്കണ്ട, നിന്റെ വിരൽ മുറിച്ച് ചോര കൊണ്ട് സ്തോത്രം നീ പ്രതിജ്ഞ എടുക്കണ്ട. ഇരിക്കുന്നിടത്തിരുന്നൊരു വാക്ക് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. ഒറ്റ വാക്ക് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും വലുത് വായാണ്. അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടലൊക്കെയാണ് ഏറ്റവും വലുത്. രക്ഷിക്കപ്പെടുന്ന പറഞ്ഞാൽ എന്താ? സ്തോത്രം, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കള്ളൂടി നിർത്താനോ വീടിവലി നിർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസക്തി നിർത്താനല്ല. ഒരുത്തൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് കിട്ടുന്നത് സ്വർഗമാണ്, സ്വർഗത്തിനൊരു സ്ഥാനമാണ്. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശം കിട്ടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേട്ട ആരെങ്കിലും സ്തോത്രം ചൊറി മാറാനോ ചുണങ്ങ് മാറാനോ വേണ്ടി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോടെ രക്ഷിക്കപ്പെടണം. കാരണം രക്ഷിക്കപ്പെടുമ്പോൾ മുഴയല്ല മാറുന്നേ, ജീവിതമാ മാറുന്നേ. അപ്പൊ അതിന് ഒന്നും കൊടുക്കണ്ട, സ്വർഗം ഇങ്ങോട്ട് കിട്ടുക. സ്വർഗത്തിൽ യേശുവിന് എന്തുണ്ടോ അതിൻ്റെ കൂട്ടവകാശം എന്ന് എഴുതിയിരിക്കുന്നത് അതിങ്ങോട്ട് കിട്ടുക. അതിന് നമ്മൾ 25 കൊല്ലം ചെരുപ്പിടാതെ ഞാൻ റോട്ടിൽ കൂടെ നടന്ന് ട്രാക്ട് കൊടുത്തോടാന്ന് ദൈവം തമ്പുരാൻ എഴുതി കൊടുക്കണ്ട. അങ്ങനെ ആരോടെങ്കിലും എഴുതി മേടിച്ചിട്ടുണ്ടോ? സ്തോത്രം, എഴുതി കൊടുക്കണ്ട. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വാ കൊണ്ട് പറഞ്ഞാൽ മതി, ഞാൻ ഇന്നു മുതൽ അങ്ങയുടെ മകനായി ജീവിച്ചോളാം. സ്തോത്രം, ഞാൻ അങ്ങയെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത് പറയാൻ മാത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞാൽ ആ സമയത്ത് ദൈവം അതിൻ്റെ നടപടി ആരംഭിക്കും.
ആ സമയത്ത് അവനെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിടും. ആ സമയത്ത് അവനെ ദൈവാത്മാവിനാൽ നടത്താൻ തുടങ്ങും. ആ സമയത്ത് അവനെ ദൈവസഭയോട് ചേർക്കും. ആ സമയത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കും. അവനെ ശുശ്രൂഷിക്കേണ്ട ദൈവദാസനെ ദൈവമായ കർത്താവ് ഏൽപ്പിക്കും. അതാണ് ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി അന്ധകാര ശക്തികൾ ആ ഒരു വാക്ക് പറയാൻ നിങ്ങളെ മടിപ്പിക്കുന്നെങ്കിൽ ഈ രാത്രി ഈ സമയത്ത് 9 മണി ആകാൻ പോകുന്നുള്ളൂ. ഈ സമയത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഇതിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ദൈവത്തോടൊരു വാക്ക് ആത്മാർത്ഥതയോടെ ആരും പറഞ്ഞിട്ടല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടി എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി സജീവമാകും. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ സമയം ഒട്ടുമില്ല. കാരണം ഇനിയും കിടക്കുന്ന 3-4 കൂട്ടം കാര്യങ്ങൾ നീ മറ്റേ അതുകൊണ്ട് എന്നുള്ളത് പോട്ടെ, അത് നീ ഇന്ന് പറയണ്ട. ശ്രോത്രം, നീ ബാക്കി 4 കാര്യം പറയണമെങ്കിൽ പോലും ഇനിയും സമയം കിടക്കുകയല്ലേ. എങ്കിലും അത് പറയുമ്പോൾ പറയുന്നിടത്തോളം കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കി തീർത്തു പറഞ്ഞു കൊടുക്കണമെന്ന് എന്നെ പ്രസംഗം പഠിപ്പിച്ച ആൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രോത്രം 5 പോയിന്റ് ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും പറയുന്നിടത്തോളം കാര്യങ്ങൾ ഗ്രഹിക്കണം. സ്തോത്രം. എന്നെ പരസ്യോഗത്തിന്, ഞാൻ ആദ്യം പരസ്യോഗത്തിന് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശ്രോത്രം പൊതുജനത്തോട് പരസ്യോഗത്തിന് പ്രസംഗിക്കാൻ. പ്രസംഗമൊന്നും അറിയില്ലായിരുന്നു. അപ്പം എന്നെ ശ്രോത്രം അന്നത്തെ കാലത്തൊരു പ്രസംഗിയൻ, ഇന്നും പേര് പറഞ്ഞാൽ അറിയും, അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയി, ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റൊക്കെ ചോദിച്ചു മേടിക്കും. ഞാനൊരിക്കൽ ഓതറെ ആൽത്തറ ജംഗ്ഷനിൽ അദ്ദേഹമാണ് പ്രസംഗിക്കേണ്ടത് പരസ്യത്തിൽ. അപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം ആ സംഘാടകരോട് പറഞ്ഞു, ശ്രോത്രം ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം ആദ്യം ഒരു 10 മിനിറ്റ് പ്രസംഗിക്കും, അത് കണ്ട് ഞാൻ പ്രസംഗിച്ചോളാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പരസ്യോഗമല്ലേ, എത്ര മിനിറ്റ് വേണം എടുക്കാമല്ലോ, എൻ്റെ പേര് പുള്ളി കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഞാൻ ശ്രോത്രം അന്ന് ആ 10 മിനിറ്റും കൊണ്ട് സ്വർഗം, നരകം, മനുഷ്യൻ, ദൈവം, സഭ, പാപം ഇതെല്ലാം കൂടി 10 മിനിറ്റും കൊണ്ട് വാരി വലിച്ച് ഒരുമിച്ച് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല കേട്ടവർക്ക്. തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹം എനിക്ക് ഉപദേശം തന്നു. ഉപദേശം ഇതാണ്. ഷാജിയോട് ഞാനൊരു കാര്യം പറയാം, വളരെ ശാന്തന, ഒരു കാര്യം പറയാം, വിഷമിക്കും. ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു എനിക്ക് വിഷമിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ശ്രോത്രം എന്തായാലും എന്നോട് പറഞ്ഞു, നാളെ മുതൽ ദൈവം പ്രസംഗിക്കാൻ അവസരം തരുവാണെങ്കിൽ ഇതുപോലെ എല്ലാം കൂടി പറയരുത്. മനുഷ്യനെക്കുറിച്ച് പറയുവാണെങ്കിൽ മനുഷ്യനെ മാത്രം പറഞ്ഞാൽ മതി. പാപം പറഞ്ഞെങ്കിൽ പാപം മാത്രം പറഞ്ഞാൽ മതി. ഇതെല്ലാം കൂടി പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. സ്തോത്രം. അന്ന് അദ്ദേഹം എന്നെ ആശാങ്കടലിൽ പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചു, പറയുന്നിടത്തോളം കാര്യം മനസ്സിലാക്കിയിട്ടേ പോകാവൂ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ധൃതി പിടിക്കാതെ എനിക്ക് ലഭിച്ച സമയത്തിനകത്ത് ഈ വിഷയം നിങ്ങളെ ഓർപ്പിച്ച് പറയാം. എൻ്റെ അപ്പൻ സ്തോത്രം ഒരു പുഴവക്കത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ വാക്ക് ദൈവത്തോട് പറഞ്ഞത്. സ്തോത്രം. ഒരു ചന്തയിലെ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. രാവിലെ മുതൽ മദ്യപിക്കുന്നയാളായിരുന്നു. ഒരു സ്നാനം കാണാൻ വേണ്ടി പുഴവക്കത്ത് പോയി നിന്നതാണ്. സ്തോത്രം. അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആളുകൾ തടിച്ചുകൂടി. ചിലരെ സ്നാനപ്പെടുത്താൻ വേണ്ടി സ്നാനപ്പെടുത്തുന്ന ആളുകൾ, എല്ലാ കൂട്ടരും സ്നാനപ്പെടുത്തിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയല്ലോ ആരാന്ന്. സ്തോത്രം. ആറ്റി കൊണ്ടുപോയി സ്നാനപ്പെടുത്തുന്നത് എല്ലാവരും പെടുത്തിയല്ലോ. അപ്പോൾ അവരെ കൊണ്ടുപോയി സ്നാനപ്പെടുത്താൻ വേണ്ടി നിർത്തിയിരിക്കുക. അപ്പോൾ ആറ്റിലിറങ്ങി നിൽക്കുന്ന മനുഷ്യൻ, തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ, ഇതിൻ്റെ ഒരു 10 ഇരട്ടി ആള്. ശ്രോത്ര കടകൾ വരെ അടച്ച്. ഞങ്ങളുടെ നാട്ടിൽ ശ്രോത്ര അന്ന് സ്നാനമൊന്നും അങ്ങനെ പൊതുവിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആ പറച്ചിൽ കേട്ടിട്ട്. അങ്ങനെ കടകൾ പോലും അടച്ചിട്ട് ആളുകൾ സ്നാനം കാണാൻ വേണ്ടി ആറ്റുതീരത്ത് വന്ന് നിൽക്കുമ്പോൾ ആ വെള്ളത്തിലിറങ്ങി നിന്ന് സ്നാനപ്പെടുത്താൻ പോകുന്ന ദൈവദാസൻ പറഞ്ഞു, എന്താണ് സ്നാനം? ആർക്കാണ് സ്നാനം? സ്നാനത്തിൻ്റെ അർത്ഥം എന്താണ്? സ്നാനപ്പെട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണ്? സ്നാനപ്പെട്ടവൻ ആരായി മാറും? അവൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഇതെല്ലാം ആ മനുഷ്യൻ പറഞ്ഞു അവസാനം പറഞ്ഞു തീർക്കുമ്പോൾ കരയിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകൾ പല കമൻറ്റുകൾ പറഞ്ഞ് ചിരിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ മധ്യത്തിൽ ലഹരിയിൽ കള്ളു കുടിച്ച് നിൽക്കുന്ന എൻ്റെ അപ്പൻ കൈരിമുണ്ടെടുത്തൊരു തോർത്തും തോളയിലിട്ടുകൊണ്ട് ചന്തയിലെ കച്ചവടക്കാരനായി നിൽക്കുന്ന മനുഷ്യൻ ശ്രോത്രം ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ്. ജീവിതം മുടിഞ്ഞ് എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടാതെ കടം കയറി, രോഗം കയറി, ശാപം കയറി ശ്രോത്രം തകർന്നു കിടക്കുന്ന ആ പശ്ചാത്തലത്തിൽ ഈ കാര്യം കേട്ടപ്പോൾ ശ്രോത്രം അവസാനം വെള്ളത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക, ദൈവമേ കരയിൽ നിൽക്കുന്ന ആരെങ്കിലും ഈ രാത്രികാലം ഈ സത്യം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയം ഇപ്പോൾ ദൈവം തുറക്കണേ, അവരുടെ മനസ്സിൽ ഇത് മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശ്രോത്രം മദ്യത്തിൻ്റെ കെട്ടിൽ നിന്ന് എൻ്റെ അപ്പൻ പിടിവിട്ടിട്ട് പച്ച മനുഷ്യനായി നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥനാ മധ്യത്തിൽ പറയുകയാണ്, സ്തോത്രം, ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തോട് ഞാനൊരു പാപിയാണ്, ഇന്നു മുതൽ ഞാൻ പാപം ചെയ്യില്ല, ഇന്നു മുതൽ നിന്റെ മകനായി ജീവിച്ചോളാമെന്ന് തീരുമാനിക്കുന്ന പക്ഷം ദൈവം നിങ്ങളെ കയ്യേക്കുമെന്ന് പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ അപ്പൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് പിന്നെ അനേക സ്ഥലത്ത് എൻ്റെ അപ്പൻ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. യേശുവേ, ഞാൻ അങ്ങയുടെ മകനായി ജീവിച്ചോളാം, മദ്യം വേണ്ട, പാപം വേണ്ട, എനിക്ക് മാന്യമായി ജീവിച്ചാൽ മതി, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ നിമിഷം സ്തോത്രം
എൻ്റെ പിതാവ് പറയുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് വഴിയോരത്തുള്ള ഷാപ്പിൽ നിന്ന് അവസാനത്തെ കുടിയും കുടിച്ചിട്ട് പോരുന്ന അന്ന് ആ ഷാപ്പിൻ്റെ പരിസരത്ത് വെച്ച് ആരോ കയ്യെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നത് പോലെ പോയി. അന്ന് രാത്രി കുടിക്കാതെ വീട്ടിൽ വന്നു, ഇന്ന് വരെ കുടിച്ചിട്ടില്ല. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? സ്വർഗസ്ഥനായ ദൈവത്തിന് നിൻ്റെ ഒരു വാക്ക് മതി. ആ സമയത്ത് പിന്നെ ദൈവം നിൻ്റെ പുറകെ ചൂരവടിയും കൊണ്ട് നീ കാല് തെറ്റുന്നുണ്ടോ കണ്ണ് തെറ്റുന്നുണ്ടോ നോക്കിക്കൊണ്ട് താറാവുകാരൻ നടക്കുന്ന പോലെ പുറകെ നടക്കുകയല്ല. നീ ഒരു വാക്ക് പറയുമ്പോൾ പിന്നെ നീ തെറ്റാതിരിക്കാൻ നിൻ്റെ കൂടെ ദൈവാത്മാവിനെ അയച്ച് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്ന് നിന്നെ ഉപദേശിപ്പാൻ ദൈവദാസന്മാരെ ഒരുക്കി, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ അറിയാത്തവരെ ഒരുക്കി, നിന്നെ വളർത്താൻ നിൻ്റെ വീട്ടിൽ ആളുകളെ വിട്ട് നിന്നെ ഉപദേശിപ്പാൻ വേദാധ്യാപകരെ അയച്ച് അങ്ങനെ വളർത്തിയാണ്. അല്ലാതെ നമ്മൾ ഫീസ് കൊടുത്തൊന്നും അല്ല ഇത്രയും കാര്യം പഠിച്ചത്, ആണോ? അപ്പൊ ദൈവത്തോട് ഇന്ന് രാത്രി തീരുമാനിച്ചാൽ, കർത്താവേ എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തോട് അടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ, അവിടെ മുതൽ സ്വർഗസ്ഥനായ ദൈവം നിന്റെ വലം കൈക്ക് പിടിക്കൂ, അവന്റെ ആലോചനയാൽ വഴി നടത്തൂ, പിന്നത്തേത് മഹത്വത്തിലേക്ക് നിന്നെ നയിക്കും. ഇന്ന് രാത്രികാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പറ, ഞാൻ ഇങ്ങോട്ട് വന്നതിനേക്കാൾ ഒരു പടി കൂടി ദൈവത്തോട് അടുത്ത് എന്നെ മടക്കി അയക്കാവൂ. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തോട് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീകത്തിൻ്റെ ഊർജം വർദ്ധിക്കും, നിങ്ങളുടെ ശുശ്രൂഷയുടെ മൂർച്ച കൂടും. നീ ഇങ്ങോട്ട് വന്നതുപോലെ പോകത്തില്ല. ആരോടോ കർത്താവ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ അഭിഷേകത്തിൻ്റെ തലം മാറാൻ പോകുകയാ, നിന്റെ ശുശ്രൂഷയുടെ ലെവല് മാറാൻ പോകുകയാ. നിന്നെ എന്തിനാണോ വിളിച്ചത് അത് നിറവേറാൻ പോകുകയാ. അതിനി പ്രത്യേകിച്ച് കോഴ്സൊന്നുമില്ല. നീ അതിനാരുടെ പുറകെ നടക്കണ്ട. ഇന്ന് രാത്രി ദൈവത്തോട് പറ, ഞാൻ നിന്നോട് അടുക്കാൻ തീരുമാനിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ചിലതിൽ നിന്ന് അകലുകയാണ്, നിന്നോട് അടുക്കുകയാണ് എന്ന് ദൈവത്തോട് പറയാൻ ആര് തീരുമാനിക്കുന്നു അവരെ ദൈവം ഇന്ന് രാത്രി കൈപിടിച്ചു നടത്താൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ ബാക്കിയൊക്കെ അത് തന്നെയാണ്. നീ വേറെ വാക്യത്തിലേക്ക് പോകണ്ട. ഈ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ക്രിസ്തു. മൂന്നാമത്തെ ഭാഗം ഈ വാക്യത്തിനകത്തേക്ക് നോക്കിയേ. അടുത്ത വാചകം യേശുവിനെ കേന്ദ്രീകരിച്ച് പറയുകയാണ്, അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. അപ്പൊ ഇന്ന് രാത്രി ആ വാക്കോർത്ത് നോക്കിയേ. ആരെങ്കിലും യേശുക്രിസ്തു മുഖാന്തരം, അങ്ങനെ പറയുമ്പോൾ ഒരു വാക്കോടെ കടത്തി പറയാതിരിക്കാൻ നോക്കിയാൽ, എന്തിനാ അങ്ങനെ പറഞ്ഞത്? യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുക എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെ ഇരുന്ന് കേൾക്കാതെ ഈ കാര്യങ്ങളെ ഒന്ന് ഗ്രഹിക്കാനും കൂടി തയ്യാറാകണം. ടോട്ടലി ലോകത്തിലുള്ള മനുഷ്യരിൽ 99% ആളുകളും ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ട് മതങ്ങളും സമുദായങ്ങളും മനുഷ്യനും ഒരുപാട് പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ പിന്നെ അത് വലിയ വിവാദമായി, ഞാൻ അത് പറഞ്ഞെന്നൊക്കെ പറയും. ഇതൊക്കെ വേണമെങ്കിൽ വീട്ടിൽ വിളിക്കുവാണെങ്കിൽ മേശയുടെ അപ്പുറം എപ്പോഴും നമുക്ക് ഈ കാര്യം അങ്ങനെ പറയാം. കാരണം ഈ പറയപ്പെടുന്ന പല കർമ്മങ്ങളും വഴിപാടുകളും നേർച്ചകളും എല്ലാം ഇതെല്ലാം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. സ്തോത്രം. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നില്ല. അവൻ വ്രതമെടുത്ത് നോക്കി, പ്രത്യേക വേഷം ധരിച്ചു നോക്കി, സ്തോത്രം, മനസ്സിലാവുന്നുണ്ടല്ലോ, പ്രത്യേക ദിവസങ്ങൾ മാറ്റിവെച്ച് നോക്കി, ഇന്ന രീതി ചെയ്തു നോക്കി. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെയും അവൻ്റെ ആസക്തികൾ അവനെ കയറി പിടിക്കും. പിന്നെയും മദ്യപാനിയാകും. പഴയ നിലവാരം ആ രീതിയിലാകും. അതല്ലേ കണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് രാത്രിക്കാലം ലോകത്തിലേക്ക് നിങ്ങൾ കണ്ണു തുറിച്ച് നോക്കിയാൽ ഒരു കൂട്ടരെ കാണാം. ദൈവത്തോട്, കർത്താവേ ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അന്ന് ദൈവമായ കർത്താവ് അവനെ ഏറ്റെടുത്താൽ പിന്നെ അവൻ പഴയ മനുഷ്യനായിരിക്കില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഇതാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഹോൾഡ്. ആ വാക്ക് വേദപുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. അടുത്ത വാചകമാണ്, ഇതാ സകലതും പുതുതാക്കിയിരിക്കുന്നു. ഇതാ എന്നൊരു വാക്ക് വേദപുസ്തകത്തിനകത്തുണ്ട്. ഞാനൊരു ദിവസം പൗരോഷിനി പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ ധൃതി പിടിച്ച്, ഞാൻ ഈ ഓട്ടത്തിനിടയിലേക്കാണ്, നാളെ 5-6 പ്രസംഗം വേണം. ഇനി ചെന്നിട്ട് ഇതൊക്കെ ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരയുമ്പോൾ ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ഒരു ദിവസം ഇതുപോലെ എവിടെയോ ദൂരത്ത് പോയി തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം പ്രസംഗിക്കണം. അന്ന് ഞാൻ വേദപുസ്തകം മനത്തി വെച്ചിരിക്കുമ്പോൾ ഈ ഒരു ഒറ്റ വാക്ക് കണ്ടു, ഇതാ.
ഞാൻ ആ വാക്കിൻ്റെ പുറകെ പോയി. വേദപുസ്തകത്തിൽ 5 സ്ഥലത്ത്, 5 ആയിരിക്കില്ല, 5 സ്ഥലത്ത് കണ്ടു. ഞാനതിനെ എന്നേക്കാൾ ജ്ഞാനികളായിരിക്കുന്ന ആളുകളുടെ സ്വോത്രം വ്യാഖ്യാനങ്ങൾ പരതി. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഇതാ എന്ന് പറഞ്ഞ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത ഒരു ഫ്രേസാണ്. ബിഹോൾഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? സ്വോത്രം ലോകത്തിന് ദൈവം എടുത്തു കാണിക്കുകയാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? സ്തോത്രം, മനസ്സിലായില്ല? ഞാൻ പറയാം. ഇപ്പോൾ ഇവിടുത്തെ ഫോൺ കമ്പനിക്കാർ ഏതെങ്കിലും സ്തോത്രം എന്താ സാംസങ്ങോ ഐഫോണോ ഏതെങ്കിലും ഒന്ന് സ്തോത്രം ഹല്ലേലൂയ അവരൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ദിവസം ചുമ്മാ കടയിൽ കൊണ്ട് നിരത്തി വെക്കുകയല്ല. നിങ്ങൾ കണ്ടല്ലോ, അവരുടെ ഭാഷയിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറയും. അതും അറിയാല്ല ദൈവമേ. സ്തോത്രം. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും സെലിബ്രിറ്റിയോ കമ്പനിയുടെ സിഇഒയോ MD ആരെങ്കിലും ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വലിയ പട്ടണത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു സെറിമോണിക്കായിട്ട് അവതരിപ്പിച്ചിട്ട് വളരെ മിസ്റ്റോറിക്കായിട്ട് അതിനകത്തെ സംഭവങ്ങളെയൊക്കെ മർമ്മമായി ഒതുക്കി വെച്ചിട്ട് പരസ്യത്തിനകത്ത് വരും. ഇതുവരെ ആരും പ്രദർശിപ്പിച്ചിട്ടില്ലാത്തത്, നിങ്ങളെ അമ്പരപ്പിക്കുന്നത്, സ്വോത്രം 210 ഫീച്ചറുകളുള്ളത് എന്നൊക്കെ എന്താന്ന് കാണാൻ വേണ്ടി ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഒന്നൊന്നായി വിസ്തരിക്കുന്നത്. അത് പ്രദർശിപ്പിക്കുകയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു മാനുഫാക്ചറിംഗ് കമ്പനി അവരുടെ ഏറ്റവും വലിയ പ്രോഡക്റ്റ് അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവർ ലോഞ്ച് ചെയ്യുമ്പോൾ അതേ അർത്ഥത്തിലാണ് സർവശക്തനായ ദൈവം ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുവൻ യേശുവിലായാൽ അവനെ പൊതിഞ്ഞു വെക്കുകയല്ല, ലോകത്തിന് മുമ്പിൽ ഇതാ നിങ്ങൾ തള്ളിക്കളഞ്ഞവർ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയവർ, ഇവിടത്തെ ലോകം നോക്കിയിട്ട് നന്നാകാതെ പോയവർ, അവന് ഇതാ ഞാൻ പുതുതാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം എവിടേക്കൊക്കെയോ സർവശക്തനായ ദൈവം കയറ്റിവിടുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളെ നശിപ്പിക്കാൻ നോക്കിയവർ, നിങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചവർ, നിങ്ങളെ മുടിക്കാൻ വേണ്ടി കൂട്ടുനിന്നവർ, ചിലപ്പോൾ യോസേപ്പിനെ വിറ്റതുപോലെ സ്വന്തം സഹോദരങ്ങൾ അവരെല്ലാം കൂടി ചവിട്ടി കൂട്ടാൻ നോക്കിയവർ, നിങ്ങൾ ഒരിക്കലും ഉയരാതിരിക്കാൻ നിങ്ങൾക്ക് വിരോധമായി അന്ധകാര ശക്തികളെ കൂട്ടുപിടിച്ച് ആഭിചാര ക്രിയകൾ വരെ ചെയ്ത് നശിപ്പിക്കാൻ നോക്കിയവർ, അങ്ങനെ ആരെങ്കിലും തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അവരിന്ന് രാത്രി യേശുവിനെ കൂട്ടുപിടിക്ക്. കർത്താവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. അവനിലേക്ക് കയറിയാൽ അന്ന് യേശു ക്രിസ്തു അവനെ അങ്ങോട്ട് നാട് വിടുമെന്നല്ല. ആരാണോ നിന്നെ തകർക്കാൻ നോക്കിയത്, ആരാണോ ഒതുക്കാൻ നോക്കിയത്, അവരുടെ നടുവിൽ എന്റെ യേശു നിന്നെ മദ്യപാനിയായ ലോകത്തിന് പാപത്തിന് വിധേയപ്പെട്ടവനെ പുതുതാക്കിയിട്ട് സ്വർഗം പ്രദർശിപ്പിച്ചിട്ട് പറയൂ, ഇതാ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയവൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചാൽ അതിനേക്കാൾ വലിയ മാന്യത വേറെയില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ രാത്രികാലം വിദ്യാഭ്യാസത്തിൽ ഒരുപക്ഷെ എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റി കാണില്ല. നിന്റെ ബിസിനസ്സിൽ നീ പ്രതീക്ഷിച്ചതുപോലെ എത്തപ്പെട്ട് കാണില്ല. ജീവിതത്തിൽ വന്ന അനാരോഗ്യ നിമിത്തം നീ ഒരുപക്ഷെ സ്വപ്നം കണ്ടതെല്ലാം നിറവേറി കാണുകയല്ല. നിങ്ങൾ പഴയ നിയമത്തിലെ യോസേപ്പിനെ ഒന്നോടെ ഓർത്ത് നോക്കിയേ. എല്ലാവരും കൂടി തകർത്തു, ഉടച്ചു വാരി. ഒരു ദിവസം വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ആരൊക്കെ തള്ളിയോ, ആരൊക്കെ കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചോ, അവരുടെ മുമ്പിൽ സർവശക്തൻ യോസേപ്പിനെ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ തള്ളിയവൻ. ഇന്ന് രാത്രി ആരോടോ ദൈവം ദൂത് പറയുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നീ ഇന്ന് രാത്രി വേറൊരു വാക്കും പറയണ്ട എന്ന് പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ഇന്ന് രാത്രി വേറൊന്നുമല്ല, ദൈവത്തോടടുക്കാൻ. നിങ്ങളോ, ഞാൻ വീണ്ടും പറയുന്നു, ആരാണെങ്കിലും നിങ്ങൾ ആദ്യമായി യോഗത്തിന് വന്ന ആളാണോ, നിങ്ങൾ ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ പാട്ട് കേൾക്കാൻ വന്ന ആളാണ്, എനിക്കറിയില്ല. പക്ഷെ സ്വർഗം നിന്നെ ചേർത്ത് നിർത്തിയിട്ട് പറയുക, നിന്റെ ജീവിതം ഞാൻ മാറ്റിത്തരാം. നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്റെ ജീവിതം തുലച്ചു കളഞ്ഞ ചിലരുടെ നടുവിൽ ഞാൻ നിന്നെ അവതരിപ്പിക്കാം. നിനക്കൊരു നഷ്ടം വരികയില്ല. ഞാൻ നിന്നെ പുതുക്കിയെടുക്കാം, ഞാൻ നിന്നെ മാറ്റിയെടുക്കാം, ഞാൻ നിന്റെ നാട്ടിൽ മാനിക്കാം, നിന്നെ തകർന്നു പോയ ജീവിതത്തെ പണിതെടുക്കാം. അതിന് സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ ദൈവത്തോട് അടുപ്പിക്കാം. ഹല്ലേലൂയ. അതിന് രാത്രികാലം തയ്യാറാകുക. കർത്താവ് ചെയ്യാനിടയായിത്തീരും. പരസ്യയോഗങ്ങളും ഭവന സന്ദർശനമൊക്കെ നടത്തുന്ന ഒരു ഉഗ്രൻ ടീമിൻ്റെ നടുവിലാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ 2025 നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 1,00,000 വീട്ടിലെങ്കിലും സ്തോത്രം നിങ്ങൾ പറയണം, യേശുവിനോട് അടുക്ക്, ബാക്കി കാര്യം ദൈവം ചെയ്തോളും.
ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്നവനായി വേണമെങ്കിൽ സ്വത്രം അതൊരു ബുക്ക്ലെറ്റായിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്ക്. സ്വത്രം യേശുവിനോട് അടുക്ക്, നിന്റെ ജീവിതം മാറി വരും. നിന്നെ തള്ളിയ നാട്ടിൽ സ്വർഗം നിന്നെ ഉയർത്തൂ. ഒരു ഗോപുരം പോലെ മാനിക്കൂ. യാക്കോബിനെ, യോസേപ്പിനെ, അബ്രഹാമിനെ, യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞില്ലേ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്, ദൈവത്തോട് അടുക്കുക. ദൈവത്തോട് അടുത്തവർക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ മൂന്നാമത്തെ റോൾ അവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും യേശു മുഖാന്തരം ദൈവത്തോട് അടുത്താൽ അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തിട്ട് യേശു പോകുന്നല്ല, അവന് വേണ്ടി പക്ഷവാദം ചെയ്യും. അപ്പം മൂന്നാമത് എഴുതുന്നവരെഴുതിക്കോ, പക്ഷവാദം ചെയ്യുന്ന ക്രിസ്തു. ഒന്ന്, മുഖാന്തരമാകുന്ന ക്രിസ്തു. രണ്ട്, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ക്രിസ്തു. മൂന്ന്, പക്ഷവാദം ചെയ്യുന്ന ക്രിസ്തു. പക്ഷവാദം എന്ന വാക്ക് ബൈബിളിൽ അധികം ഭാഗത്തില്ല. സ്തോത്രം. പഴയ നിയമത്തിലൊന്നും തപ്പിയാൽ അധികം കാണുകയില്ല. ആ വാക്ക് രണ്ട് വാക്കുകളുടെ സംയോജനമാണ്. ഇത്രയേ ഉള്ളൂ, പക്ഷം പിടിച്ചു വാദിക്കുക. സ്തോത്രം. പക്ഷം പിടിച്ചു വാദിക്കുക. നമുക്കറിയാം, അതൊക്കെ സാധാരണ സംഭവിക്കുന്നത് വല്ലയിടത്തേക്ക് ഈ വണ്ടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു അന്യദേശത്തിൽ കൂടെ പോകുമ്പോൾ ആ നാട്ടിലെ ഏതെങ്കിലും ലോക്കൽ ഒരാളുടെ വണ്ടിയിലേക്ക് നമ്മുടെ വണ്ടി ഒന്ന് മുട്ടി, ഇല്ല അങ്ങേര് വന്ന് ഇങ്ങോട്ട് മുട്ടി. സ്തോത്രം. അപ്പോൾ അവിടെ കുറേ ആളുകൾ കൂടും. നമ്മൾ എവിടെ നിന്നോ വന്ന ആളാന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ പക്ഷം പിടിക്കും. സ്തോത്രം. റോട്ടിലൊക്കെ സാധാരണ ചെയ്യുന്നതാണ്. അവിടെ നീതിയോ നീതികേടോ ഒന്നുമല്ല വിഷയം, പക്ഷം പിടിക്കുക. ഇവിടെ യേശുക്രിസ്തു ഏത് കൊള്ളരായ്മ ചെയ്താലും അതിനെല്ലാം പക്ഷം പിടിക്കുന്നല്ല എന്നർത്ഥം. ദൈവത്തോടടുത്തവനെ കുറിച്ച് കർത്താവിന് ഭയങ്കര വിചാരമുണ്ട്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ പറ്റിയാൽ സ്വർഗസിംഹാസനം ന്യായവിധിക്ക് വേണ്ടിയിരിക്കുക. പക്ഷെ അതിൻ്റെ ചോട്ടിൽ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചു തന്നത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. അഥവാ നിങ്ങൾക്കൊരബദ്ധത്തിൽ പാപം ചെയ്തു പോയെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. സ്തോത്രം. നിനക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുന്നവൻ. നമ്മുടെ പക്ഷം നിൽക്കാൻ ഒരുത്തനും ഇല്ലെങ്കിലും സർവശക്തൻ നിന്നെ കൈവിടിയല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവത്തോടടുത്താൽ നീ രക്ഷപ്പെടും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ നിൻ്റെ വീട്ടിൽ ആരും വരികയില്ല. കുറ്റം നമ്മുടെ ഭാഗത്തായിരിക്കും, നമ്മളത് സമ്മതിക്കണം. ശരിയാണ്, എനിക്ക് ചില പരിജ്ഞാനക്കേടുകൾ സംഭവിച്ചു. എന്നെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു. ഞാൻ എടുത്തിയാട്ടം നടത്തി. ഞാൻ അപ്പം പറഞ്ഞത് കേട്ടില്ല, അമ്മ പറഞ്ഞത് കേട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു. എൻ്റെ വിവാഹം അങ്ങനെയായിരുന്നു. സ്തോത്രം. അത് നിമിത്തം ഞാൻ സഹിക്കാവുന്നതിൻ്റെ പരമാവധിയിലായി. ഇന്ന് ഞാനതിൻ്റെ വേദന മുഴുവൻ സഹിക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രിക്കാലം ദൈവമേ, അന്നൊന്നും ഇതുപോലെ പറയാൻ ആരുമില്ല. അന്ന് ഇതുപോലത്തെ യോഗങ്ങൾ കേൾക്കുമ്പോൾ പുച്ഛമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്തുകൊണ്ടോ ഗതികെട്ടിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുക. ഇത് സത്യമാണെങ്കിൽ ഞാൻ അങ്ങയോട് അടുക്കാം എന്നൊരു വാക്ക് ഇന്ന് രാത്രി പറഞ്ഞാൽ, നിനക്ക് വേണ്ടി ലോകത്തിലെ ഏത് വക്കീലിനേക്കാൾ നീ ജീവിക്കാൻ വേണ്ടി പക്ഷവാദം ചെയ്യുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. കർത്താവ് എല്ലാവർക്കും വേണ്ടി പക്ഷവാദം ചെയ്യല. രണ്ട് ഭാഗമാണ് സ്തോത്രം യേശുക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഒന്ന് മധ്യസ്ഥൻ, ഒന്ന് പക്ഷവാദം ചെയ്യുന്നവൻ. സ്തോത്രം. ആ വാക്ക് ദൈവമക്കളെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മധ്യസ്ഥനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ. എന്നാൽ പക്ഷപാതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ പക്ഷപാതം എന്നല്ല, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം. സ്തോത്രം. രണ്ട് റോളാണ് യേശു ചെയ്യുന്നത്. മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥനാകും. സ്തോത്രം. എന്നാൽ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കും. സ്തോത്രം. മധ്യസ്ഥൻ പക്ഷം പിടിക്കാൻ പാടില്ലെന്നുള്ളതാണ് പോളിസി, അല്ലേ? സ്തോത്രം. നിങ്ങളുടെ അതിരുതർക്കത്തിന് പ്രശ്നമുണ്ടായിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ അങ്ങനെ ഉന്നതനായിരിക്കുന്നൊരു മനുഷ്യൻ ഈ വിഷയം കോടതി പോകാതെ പോലീസ് സ്റ്റേഷനിൽ പോകാതെ ഒരു മധ്യസ്ഥതയിൽ തീർക്കാൻ വേണ്ടി വരിക. അങ്ങനെ വരുന്നയാൾ, മധ്യസ്ഥനായി വരുന്നയാൾ എന്ത് ചെയ്യണം? ആ
അപ്പുറത്തെ വീട്ടിൽ കയറിയിട്ട് അയാൾ കുഴലപ്പം ചായ എല്ലാം കൊടുത്തിട്ട് സ്തോത്രം സന്തോഷിപ്പിച്ച് ഇങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറം വന്നിട്ട് തേക്ക് അവൻ്റെ പറമ്പിലല്ലേ നിൽക്കുന്നേ, അതിന് നിനക്കെന്നാ ഛേദം, അവിടെ നിന്നോളൂല്ലേ എന്ന് ചോദിച്ചാൽ അത് നീതിയാണ്. മധ്യസ്ഥനായി വരുന്നവൻ പക്ഷം പിടിക്കരുത്. രണ്ടുപേരോടും പറഞ്ഞു, എടാ അവൻ്റെ പറമ്പിലാണ് പകുതി നിൽക്കുന്നത്, അത് ശരിയാവുന്ന കാര്യമല്ല, ഒന്നുകിൽ ഇത് വെട്ടിക്കളയണം അല്ലെങ്കിൽ വെട്ടിയിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പക്ഷം പിടിക്കാതെ വേണം മധ്യസ്ഥൻ കാര്യങ്ങൾ നടത്താൻ. പക്ഷേ പക്ഷപാതം ചെയ്യാൻ വരുന്നവൻ കോടതിയിൽ കയറി വക്കീലാണ്. ഇവിടെ എല്ലാ കേസിനും വക്കീലില്ല, ഞാൻ ഉദാഹരണം പറയുന്നത് കേട്ടോ. വക്കീലായി വരുന്നവൻ ആ ആൾക്ക് വേണ്ടി പക്ഷം പിടിച്ച് കോടതിയോട് പറയുകയാണ്. സ്തോത്രം. നിയമം അറിയില്ല സാധാരണക്കാരന്, കോടതിയിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത് മനസ്സിലാക്കി പറയുകയാണ്. എന്നതുപോലെ പിതാവിൻ്റെ സന്നിധാനത്തിൽ യേശു ക്രിസ്തു ആരെങ്കിലും ദൈവത്തോട് യേശു മുഖാന്തരം അടുത്താൽ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ തുടങ്ങും. ഇന്ന് രാത്രികാലം ആരുമില്ലാത്തവർക്ക് വേണ്ടി സ്വർഗത്തിലൊരു ഫയൽ ഓപ്പൺ ആകും. എത്ര പേർ ഈ രാത്രികാലം അതിന് തയ്യാറാകും? അതിനൊറ്റ വഴിയേ ഉള്ളൂ. പോകാൻ നേരത്തെ യോഗത്തിന് വേണ്ടി 500 രൂപ കൊടുത്തിട്ട് പോയാൽ അതിൻ്റെ ഒരു അനുഗ്രഹം ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ പിള്ളേർക്ക് 10 മാർക്ക് കൂടുതൽ കിട്ടും, കിട്ടിക്കോട്ടെ. സ്തോത്രം. തേങ്ങ ചിലപ്പോൾ അടുത്ത കൊല്ലം 4 തേങ്ങ കൂടുതൽ കിട്ടും, അതൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ ദൈവത്തോടടുത്താൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സ്തോത്രം. അത് നിയമപരമായ സീരിയസ് ആയി മാറും. ആ അനുഗ്രഹം 4 തേങ്ങയിലോ പശുവിന് 1 ലിറ്റർ പാല് കൂടുതൽ കിട്ടുന്നതോ കൊച്ചിന് 4 മാർക്ക് കൂടുതൽ കിട്ടുന്നതല്ല. സ്തോത്രം. അത് നിൻ്റെ നിത്യത വരെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തോടടുത്താൽ, സ്തോത്രം, പണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔദാര്യ ദാനം കൊണ്ടോ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും, അതൊക്കെ നല്ല കാര്യം കേട്ടോ, നല്ല കാര്യം ചെയ്തു പോരണം. പക്ഷേ അതുകൊണ്ടൊന്നും ദൈവത്തോടടുക്കാൻ ഈ പുതിയ നിയമകാലത്ത് വ്യവസ്ഥയില്ല. പുതിയ നിയമത്തിൽ ദൈവത്തോടടുക്കാൻ വേണ്ടി നിന്നിടത്തോളം തൂക്കമുള്ള സ്വർണം കൊടുത്താലോ, സ്തോത്രം, നിന്നിടത്തോളം പൊക്കമുള്ളൊരു വിളക്ക് കൊടുത്താലോ, അത്രയും നീളത്തിലെ നൂല് കൊടുത്താലോ ഒന്നും ദൈവത്തോടടുക്കാൻ പറ്റിയല്ല. ദൈവത്തോടടുക്കാൻ വേണ്ടി ഇന്ന് ദൈവം ഇട്ടിരിക്കുന്ന വ്യവസ്ഥ, ഇന്നത്തെ പാലം യേശുവാണ്. അതിലൂടെ മാത്രമാണ് ദൈവത്തോടടുക്കാൻ പറ്റുള്ളൂ, സാക്ഷാൽ ദൈവത്തോടടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അടുക്കുന്നവരുടെ ഭാഗ്യമാണ് ഞാനീ പറയുന്നത്. സ്തോത്രം. അടുത്തത് 3-ാമത്തല്ലേ ആയുള്ളൂ. അടുത്തതെന്ന് എഴുതിയിരിക്കുന്നത് സ്തോത്രം. 1 മുഖാന്തരമാകുക, 2 ദൈവത്തോട് അടുപ്പിക്കുക, 3 പക്ഷപാതം ചെയ്യുക, 4 സദാ ജീവിക്കുന്നവൻ. സദാ ജീവിക്കുന്നവൻ എന്നതിന് സ്തോത്രം ആധുനിക വേർഷൻ, പഴയ ഈ വേദപുസ്തകം എഴുതിയ ഭാഷ എന്നുള്ളൊരു വേർഷനകത്ത് ഇങ്ങനൊരു വാക്ക് കിടക്കുന്നുണ്ട്. സദാ ജീവിക്കുന്നവെന്ന് പറഞ്ഞാൽ അതിനൊരു വാക്ക്, ഒരു ഇംഗ്ലീഷ് ടെർമിനോളജിയാണത്. സുന്ദരമായൊരു വാക്ക്. സദാ ജീവിക്കുന്നതൊക്കെ പറഞ്ഞാൽ സത്യമാണ്, പരമാർത്ഥമാണ്. എന്നാൽ സ്തോത്രം ലേറ്റസ്റ്റ് വേർഷൻ വരുമ്പോൾ അതിനകത്ത് ഇപ്പോഴത്തെ പിള്ളേർക്കും കൂടി വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അറ്റ് എവറി ടൈം അവൈലബിൾ, ഏത് സമയത്തും അവൈലബിളാണ്. ഇപ്പം നിങ്ങൾക്ക് വില്ലേജിൽ പോയി കരാടയ്ക്കാമോ? മിണ്ടുന്നില്ലല്ലോ. ഇപ്പം മണി 9:15 ഇപ്പം പോയി കരാടയ്ക്കാമോ? പറ്റിയല്ല. കാരണം വില്ലേജ് ഓഫീസ് 5 മണി വരെ ഉള്ളൂ. 4:45 വില്ലേജ് ഓഫീസർ പോവും. ഇനി നാളെ 10:30 10:45 ഇപ്പം നിങ്ങൾ എത്ര എമർജൻസി ആയിട്ട് ആസ്പത്രിയിൽ ചെന്നാലും കാഷ്വാലിറ്റി ഡോക്ടറെ കാണുള്ളൂ. പക്ഷെ നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഓൺ കോൾ ഡോക്ടറെ വിളിച്ചു വരുത്തണം. പക്ഷെ യേശുക്രിസ്തു രാത്രിയെന്നോ പകലെന്നോ ഇല്ല. നിങ്ങൾ അവൻ മുഖാന്തരം ദൈവത്തോടടുത്താൽ പിന്നെ നിങ്ങൾക്ക് സീസൺ ഇല്ല. ടിക്കറ്റ് എടുക്കണ്ട, ബുക്ക് ചെയ്യണ്ട, നേരത്തെ റിസർവ് ചെയ്യണ്ട. നിങ്ങളുടെ ആളാ യേശു. സ്തോത്രം. ഞങ്ങളുടെ ഉപദേശിമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 6 ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം, 1.5 കൊല്ലം മുമ്പ് സ്വന്തം ഡയറി എഴുതിപ്പിക്കണം. ക്ഷമിച്ചേരെ ആ കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷേ ദൈവത്തോട് യേശു മുഖാന്തരം ആരെങ്കിലും അടുത്താൽ നട്ടപ്പാതിരാത്രിക്കും യേശു നിന്റെ സ്വന്തമാണ്. ഏത് സമയത്തും യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി, അവൻ അവൈലബിൾ. അവൻ ഇറങ്ങി വരും, പ്രവർത്തിക്കും. എത്രയോ പേരോട് ഞാനിത് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ആരോരുമില്ലാത്ത രാത്രി, ഹല്ലേലൂയ, എത്രയോ നാൾ. ഇന്നല്ലേ ഈ മൊബൈലും ഫോണൊക്കെ ഉണ്ടായത്. ഈ തലമുടി നിറച്ച പഴയ ആളുകളോട് ചോദിക്ക്, നേരം വെളുപ്പിക്കത്തില്ലെന്ന് വിചാരിച്ച അനേക ഘട്ടങ്ങളിൽ ദൈവത്തോടടുത്തവർക്ക് വേണ്ടി സാക്ഷാൽ മശികയായവർ പാതിരാത്രിക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച എത്രയോ സംഭവങ്ങൾ മാവേലിക്കര കാണും.
യേശുക്രിസ്തുവിനെ എപ്പോഴും. സ്തോത്രം. അതുകൊണ്ടാണ് സത്യത്തിൽ ഞാനൊരു സത്യം കൂടി പറയാം, അതിനകത്ത് ആരും വിഷമിക്കരുത്. അതുകൊണ്ടാണ് യേശുവിനെ വിശ്വസിക്കുന്ന ആളുകൾ വേറെ ആരുടെയും പുറകെ പോകാത്തത്. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്ലാസ് ജംഗ്ഷനിലൊരു ചെറിയ ചായക്കടയുണ്ട്, ഇഡ്ഡലിയും പൊറോട്ടയും കിട്ടുന്ന. നിങ്ങളുടെ കൊച്ചിനോട് രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, അമ്മമ്മയ്ക്ക് വയ്യാതിരിക്കുകയായിരുന്നു. അപ്പൻ സ്തോത്രം 20 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, മോൻ 2 പൊറോട്ട മേടിച്ചുകൊണ്ടിരാൻ വേണ്ടി പറഞ്ഞു. കുന്നത്തെ കട തുറന്നിരിക്കുവാണെങ്കിൽ അവൻ മാവേലിക്കര പോണോ? ഇവിടെ കട അടച്ചാൽ പോയാൽ പോരെ? ഈ കട അടയ്ക്കുന്നില്ല. ഇതെന്തെങ്കിലും അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ വരാം നിങ്ങളുടെ അടുക്കായി. മനസ്സിലാവുന്നുണ്ടാകുമെന്ന് വിചാരിക്കും. പിന്നെ മണ്ടം കളിക്കുവാണെങ്കിൽ കളിച്ചോണ്ടിരുന്നു. ഞങ്ങളുടെ കർത്താവ് ഒരിക്കലും കടയടയ്ക്കുന്നില്ല. സ്തോത്രം. അവിടെ സ്റ്റോക്ക് തീരുന്നില്ല. ഇവിടെ ഇല്ലെങ്കിലല്ലേ അങ്ങോട്ട് വരേണ്ട കാര്യമുള്ളൂ. യേശു മതിയായവനാണ്. സങ്കടം വന്നാൽ, രോഗം വന്നാൽ, കഷ്ടം വന്നാൽ, ഞെരുക്കം വന്നാൽ, പീഡനം വന്നാൽ, പീഡകൾ വന്നാൽ, ഏതൊക്കെ വന്നാലും കർത്താവ് മതിയായവനാണ്. യേശു മതിയായവനാണ്. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ ഞങ്ങളെ കൈവിടുന്നില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടാകില്ല. അതുകൊണ്ട് യേശുവിനെ വിശ്വസിച്ചവരുടെ 25 പൈസ പോലും വേറെ ആർക്കും കിട്ടിയേല. കാരണം അത്രയേ ഉള്ളൂ. സ്തോത്രം. മറ്റതൊക്കെ മോശമാണോ നല്ലതാണെന്നല്ല, ഞങ്ങൾക്ക് കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് എപ്പോഴും ഏത് സാഹചര്യത്തിലും യേശു സദാ ജീവിക്കുന്നവൻ എന്ന വാക്കിൻ്റെ സാധാരണക്കാരന് മനസ്സിലാകുന്ന വാക്കാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അവന് മരണമില്ലെന്നൊക്കെ ഉള്ളത് ദൈവശാസ്ത്രപരമായ സത്യമാണ്. പക്ഷെ മാവേലിക്കര ഒരു യോഗത്തിൽ വന്നിട്ട് ഞാൻ ദൈവശാസ്ത്രം പറഞ്ഞിട്ട് എന്ത് കഥ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ പറയും. ഞാൻ എപ്പോഴും പറയും, ഞാനൊരു സാധാരണക്കാരൻ്റെ പ്രസംഗികനാണ്. വലിയ ആനക്കാരിയൊന്നും പറയാറില്ല. പാവപ്പെട്ടവനെ സ്തോത്രം എങ്ങനെയെങ്കിലും പൊക്കിയെടുത്ത് ദൈവത്തോട് അടുപ്പിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ സന്തോഷം കൊള്ളും. ആർക്കും മനസ്സിലാകാത്ത 4 പോയിന്റ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയതിന് ശേഷം പാസ്റ്റർ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ഒരു ഇക്കിളി ഉണ്ടാവില്ല. സ്തോത്രം. കാരണം അതുകൊണ്ട് ആർക്കും പിടികിട്ടിയില്ല എന്ത് ഗുണം. നിങ്ങൾക്ക് ഈ രാത്രിക്കാരൻ മനസ്സിലായോ സദാ ജീവിക്കുന്നവൻ എന്താന്ന്? സ്തോത്രം. അവനെപ്പോഴും അവരുടെ കൂടെയുണ്ട്. അവനവരെ വിട്ടു പിരിയുന്നില്ല. അവൻ മതിയായവനാണ്. സ്തോത്രം. ഇത് ഈ ഭാഗത്തെ അടുത്ത വാക്യം കണ്ടോ? അവരെ പൂർണ്ണമായി രക്ഷിക്കുന്നവൻ. ഇപ്പം എത്രാമത്തെയായി? 1 സ്തോത്രം മുഖാന്തരമാകുന്നവൻ, തൻ്റെ ദൈവത്തോട് അടുപ്പിക്കുന്നവൻ, 3 പക്ഷപാതം ചെയ്യുന്നവൻ, 4 എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നവൻ, 5 പൂർണ്ണമായി രക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായി രക്ഷിക്കുന്നവൻ മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ നേരം വെളുക്കുന്നവരെ വായിച്ചാലും നമുക്കൊന്നും പിടികിട്ടിയല്ല. സംഭവം ഒന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, അപ്പം പിടികിട്ടും. പൂർണ്ണമായി രക്ഷിക്കുക, ആ വാക്ക് തന്നെയാണ്. ഒരു അർത്ഥം ഞാൻ തെറ്റിച്ചില്ല. രക്ഷയുടെ പൂർണ്ണത. സ്തോത്രം. എന്താണ് രക്ഷയുടെ പൂർണ്ണത? ഇവിടെ ഒരു വീട് കിട്ടുന്നതാണോ? 10 ലക്ഷം രൂപ കടമുണ്ട്. അപ്പോഴാണ് ഈ പ്രസംഗം കേൾക്കുന്നത്. ഇങ്ങനെ പറയുന്നു യേശു നല്ലവനാണ്, യേശു മുഖാന്തരാവും. അത് വിശ്വസിച്ചു. നിങ്ങളുടെ കടം മാറിയാലും രക്ഷയുടെ പൂർണ്ണതയാകില്ല. നിങ്ങളുടെ കൊച്ചിന് 32 വയസ്സ് പ്രായമുണ്ട്, കല്യാണം നടന്നിട്ടില്ല. അപ്പോഴാണ് നിങ്ങളുടെ ആരോടെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. നിൻ്റെ കല്യാണം നടക്കുന്ന ഒരു യോഗത്തിന് വന്ന് അവർ തെറ്റ് പറയേണ്ട സംഭവിക്കും. ഇതൊക്കെ ഇതിനിടെ നടക്കുന്നതാ. പക്ഷേ ഈ യോഗത്തിന് വന്നു ഞങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചു, ഭാഗ്യവശാൽ സ്തോത്രം ജനുവരി മാസം 26-ാം തീയതി ആയപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ കാണാൻ വേണ്ടി വന്നു. കാര്യം പെട്ടെന്ന് നടന്നു. ഫെബ്രുവരി മാസം കല്യാണം നടന്നു. അതുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയായോ? ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു. പക്ഷെ രക്ഷയുടെ പൂർണ്ണതയാകണമെങ്കിൽ ആള് സ്വർഗത്തിൽ ചെല്ലണം. മനസ്സിലായോ? അതിനർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ? കർത്താവായ യേശുക്രിസ്തു കല്യാണ ബ്രോക്കറാകാനും കഷായം വിൽക്കാനും വന്നവനല്ല. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നറിയാം. പിന്നെ യേശുവിൻ്റെ ഏറ്റവും വലിയ പരിപാടി രക്ഷ കൊടുത്താൽ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക. അതിൻ്റെ അറ്റവും വാലും പിടിക്കാൻ വേറെ ആരും ദൈവം സമ്മതിക്കുകയില്ല. ഒരുത്തനെ രക്ഷിച്ചാൽ അവനെ ഇവിടെ അവൻ്റെ ശാപം മാറ്റി, പാപം മാറ്റി, രോഗം മാറ്റി, കഷ്ടം മാറ്റി, മക്കളെ കൊടുത്ത്, സമയം ഉണ്ടെങ്കിൽ വീട് കൊടുത്ത്, നന്മ കൊടുത്ത്, അങ്ങനെ അവനെ വളർത്തി 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 അവസാനം സ്വർഗത്തിലെ ദൈവം അവനെ ഇവിടെ നിന്ന് നിത്യതയിലെത്തിക്കുക. അതാണ് രക്ഷയുടെ പൂർണ്ണത. അത്രയും ചെയ്യാൻ പറ്റിയ ഒരുത്തനേ ഉള്ളൂ, യേശു മാത്രം. അല്ലാതെ കൊച്ചുങ്ങളില്ലാത്തവർക്ക് കൊച്ചുങ്ങളെ കൊടുക്കുന്ന ഒത്തിരി പേര് കണ്ടേക്കാം. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടത്തി കൊടുക്കുന്ന അവരെയും കണ്ടേക്കാം. പക്ഷേ രക്ഷയുടെ പൂർണ്ണതയിലെത്തിക്കുന്നവൻ യേശു മാത്രമാണ്.
അത് ഈ പരമ്പരയിൽ 5-ാമത്തെ കാര്യം. 6-ാമത്തെയും കൂടി പറഞ്ഞാൽ നിർത്തുക, മറ്റേത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്തോത്രം. 6-ാമത്തെയും കൂടി പറഞ്ഞാൽ നിർത്താൻ കേട്ടോ. 6-ാമത്തത് ആ വാക്ക് ചെന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു. അത് ഒരു രാത്രി മുഴുവൻ പ്രസംഗിക്കാനുള്ളതുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ പോലെ പ്രാപ്തനാരുണ്ട്? കർത്താവിനെ വേദപുസ്തകത്തിനകത്ത് ആത്മമണവാളൻ എന്നാണ്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുക. സ്തോത്രം. നിങ്ങളുടെ കൊച്ചിനെ കല്യാണ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതുക്കെ അറിയാൻ തുടങ്ങുവാണ്. എങ്ങനെ പറയുന്നത്? സ്തോത്രം. പറയാൻ തുടങ്ങുക, അവൻ അറിയാൻ തുടങ്ങുകയാണ്. ഇവന് സ്തോത്രം യാതൊരു കഴിവുമില്ലാത്തവനാണ്, ഇവൻ അമ്മയുടെ സാരിത്തുമ്പേന്ന് മാറാത്തവനാണ്, ഇവനൊരു പണിയെടുക്കാത്തവനാണ്, ഇവനൊരു സ്തോത്രം പഴുതാരെ പോലും കൊല്ലാൻ സ്തോത്രം എന്താ പറയുക കഴിവുള്ളവനല്ല എന്ന് കേട്ടാൽ കല്യാണം ഉറച്ചും പോയി. നിങ്ങളെന്തോ ചെയ്യും? സ്തോത്രം. പക്ഷേ യേശുവിനെക്കുറിച്ച് തിരുസഭയ്ക്ക് അഭിമാനം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ആത്മമണവാളൻ പ്രാപ്തനാണ്. സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വലിച്ചെടുക്കുന്നത് പോലെ എത്ര വലിയ ശക്തിയുടെ കയ്യിലകപ്പെട്ടാലും കർത്താവ് അവരെ വിടുവിച്ചിരിക്കും. ഈ വാക്ക് ചേർത്ത് വെച്ച് പറയാൻ കൊള്ളുന്നൊരു സുന്ദരമായ ഭാഗം എൻ്റെ ഓർമ്മയിലുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. സ്തോത്രം. അന്ന് രാത്രി മുഴുവൻ സിംഹങ്ങളുടെ കൂട്ടിൽ ദാനിയേൽ കിടന്നു. നേരം വെളുത്തപ്പോൾ രാജാവ് സിംഹക്കുഴിയുടെ വാതിക്കൽ അല്ലെങ്കിൽ ആ ഗുഹയുടെ വാതിക്കൽ വന്നിട്ട് ദാനിയേലിനെ ദുഃഖശബ്ദത്തോടെ വിളിച്ചു. സ്തോത്രം. വിളിച്ച് സംഭാഷിച്ച് കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്: സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ നിന്റെ ദൈവം പ്രാപ്തനായോ? രാജാവ് ഓർത്ത പട്ടിയുടെ വായിൽ നിന്ന് മാത്രം രക്ഷിക്കുന്ന ദൈവത്തെ പുള്ളി കണ്ടിട്ടുള്ളൂ. സ്തോത്രം. മനസ്സിലായോ? പക്ഷെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവനുണ്ടെന്ന് ദാനിയേൽ എന്നപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാം, യേശു മുഖാന്തരം ആരെങ്കിലും ദൈവത്തോടടുത്താൽ അവൻ രക്ഷപ്പെട്ടു. കാരണം അവനെ ഇനി ആര് കടിച്ചു വലിച്ചാലും യേശു വിടുവിച്ചിരിക്കും. അവൻ്റെ കുടുംബത്തെ ഇനി തലയോട്ടി കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ നാളെ കിടന്ന് വിറയ്ക്കരുത് ഇത് കേട്ടിട്ട്. കാരണം ഇത്രയും വിചാരിച്ചാൽ മതി, എന്നെ രക്ഷിച്ചവൻ പ്രാപ്തനല്ലേ? ഇനി ഞാൻ അറിയാതെ എൻ്റെ അമ്മിക്കലിൻ്റെ കീഴെ കുഴിച്ചിട്ടാലും എൻ്റെ കുടിക്കുന്ന വെള്ളത്തിൽ കൊണ്ട് കലക്കിയിട്ട് പോയാലും അതൊന്നും എനിക്കേക്കാതെ വണ്ണം ഇതിനെയെല്ലാം നിർവീര്യമാക്കാൻ പ്രാപ്തനായവനാണ് എന്നെ രക്ഷിച്ചവനെന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം സുന്ദരമായി ജീവിക്കാം. നാളെ മുതൽ വേണമെങ്കിൽ BP-യുടെ ഗുളിക കഴിക്കാതിരിക്കാം. സ്തോത്രം. ഇത് വിശ്വസിച്ചാൽ മതി. എൻ്റെ ദൈവം പ്രാപ്തനാണ്. ഈ ദൈവം കൈവിടിയല്ല, ഇവൻ വഴിയിൽ കളയേല. അത്രയും വിശ്വസിക്കാൻ ആര് തയ്യാറാകുന്നോ അവരെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ഞാനിവിടെ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്ന് രാത്രി ഈ വാക്യത്തിൻ്റെ ഒരു ആമുഖം മാത്രമാണ്. ഈ വായിച്ച വാക്യത്തിൻ്റെ പ്രസംഗ വിഷയം കിടക്കുന്നത് ഈ വാക്യത്തിൻ്റെ പുറകിലാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞതാണ്. അതിൻ്റെ പുറകിൽ കിടക്കുന്ന ഗംഭീരമായിരിക്കുന്ന ചില കാര്യങ്ങൾ യേശുവിനെ കേന്ദ്രീകരിച്ചാണ്. സ്തോത്രം. ആ വിഷയമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ. പക്ഷെ ഇന്ന് രാത്രി എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും ഒത്തുവന്നത് യേശുവിനെക്കുറിച്ച് ഈ 6 കാര്യം പറയാനാണ്. ഈ രാത്രികാലം ലളിതമായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുമ്പോൾ, കർത്താവിനെ മാത്രം ഉയർത്തി നിർത്തുമ്പോൾ, ഈ രാത്രി നിങ്ങൾ എത്ര പേര് ദൈവസന്നിധിയിൽ ആരും ആകട്ടെ ഈ ഞായറാഴ്ച ഈ ശനിയാഴ്ച രാത്രി ദൈവത്തോടൊരു വാക്ക് പറയുക. രോഗവും കഷ്ടവും പ്രയാസവും ഒക്കെ വീട്ടിലുണ്ട്, 1000 ചോദ്യങ്ങളുണ്ട്. ഞങ്ങൾ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ ചോദ്യത്തെ എല്ലാം മുഴുവൻ വാരിക്കൂട്ടി സ്തോത്രം ഒരു കടലാസി ചുരുട്ടി എറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയണം: എന്തൊക്കെ നേരിട്ടാലും ഞാൻ അങ്ങയോട് അടുത്ത് നിൽക്കാം. അത് നിങ്ങൾ ഇന്ന് രാത്രി തീരുമാനിക്കുന്ന പക്ഷം ദൈവത്തോട് അടുക്കും തോറും ദൈവത്തിൻ്റെ മഹിമ നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കും. സ്വർഗം അത് ചെയ്യും. നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് നിന്നൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദയവായിട്ട് ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചലിച്ച് നോക്കി പോകാനൊന്നും ശ്രമിക്കരുത്. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. കുഞ്ഞുങ്ങളടക്കം എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ. മക്കളോട് ഞാൻ പറയാം, നിങ്ങളെയും കൂടി ഈ വചനത്തിൽ ഞാൻ പരിഗണിക്കാം. നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ, പഠന വിഷയത്തിലോ
നിനക്ക് 4 വിഷയം എളുപ്പമാണ്. ഏതെങ്കിലും ഒരു വിഷയം നിനക്ക് ഭയങ്കര കട്ടിയാണ്, നീ അത് പേടിക്കുകയാണ്. അതിൻ്റെ പരീക്ഷ വരുമ്പോൾ നിനക്ക് പനി വരികയാണ്. അത്രയും ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളോടൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നീ ദൈവത്തോട് പറ, എന്നെ രക്ഷിക്കണേ എന്നല്ല, ആദ്യം പറയേണ്ടത് കർത്താവേ, എന്നെ പിതാവാം ദൈവത്തോട് അടുപ്പിക്കണം. ഞാൻ അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിനോട് ദൈവത്തോട് എന്നെ അടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ യേശുക്രിസ്തു നിന്നെ ഉത്തരവാദിത്വത്തോടെ വന്ന് വാരിയെടുത്ത് പിതാവിൻ്റെ മടിയിലേക്ക് നിന്നെ ചേർത്ത് വെക്കും. ആ അപ്പൻ നിന്നെ വാരിപ്പുണരും. മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ ദൈവം നിന്നെ മാറ്റാൻ തുടങ്ങും. പതുക്കെ നിന്റെ ജീവിത വസ്ത്രം മാറും, നിന്റെ കാലിൽ ചെരിപ്പിടിക്കും. അംഗീകാരങ്ങൾ ഓരോന്നോരോന്നായി നിനക്ക് തരും. നിന്നെ ദൈവം മാനിക്കാൻ തുടങ്ങും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു വാക്ക് ആവർത്തിക്കാം. നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയവരുടെ നടുവിൽ ഇതാ എന്ന് പറയുന്നൊരു ദിവസം 2025 തന്നെ ദൈവം ഉണ്ടാക്കും. സ്തോത്രം. മാനസിക രോഗത്തിന് നിന്നെ മരുന്ന് കഴിപ്പിച്ച് നിന്നെ കൊണ്ട് അതിന് അഡിക്റ്റ് ആക്കിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിന്നെ വിധിച്ചു തള്ളാൻ വേണ്ടി വ്യാമോഹിക്കുന്നവരുടെ നടുവിൽ എൻ്റെ കർത്താവ് നിന്നെ വിട്ടുകൊടുക്കത്തിനെന്ന് പറയാൻ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് ദൂത് തരുന്നു. ഞാനത് ഇന്ന് രാത്രി പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. ഇത്രയും വിശ്വസിക്കണം. യേശുവിനെ പോലെ പ്രാപ്തൻ ആരുമില്ല. ഏറ്റെടുത്ത ഒരുത്തനെ പോലും കർത്താവ് മറക്കില്ല, വഴി കളയില്ല. അതുകൊണ്ട് ഈ രാത്രി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഷ കൂടി പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ചുമ്മാ എഴുന്നേറ്റ് നിൽക്കുകയല്ല. നിങ്ങളുടെ കരങ്ങൾ നെഞ്ചത്ത് വെക്കുകയോ മലർത്തിപ്പിടിക്കുകയോ ഉയർത്തിപ്പിടിക്കുകയോ, ഇതൊക്കെ പ്രാർത്ഥനയിൽ ശരീരത്തിൻ്റെ ഭാഷയാണ്. മുട്ടുകുത്താൻ പറയാൻ ഞാൻ ഈ രാത്രി തയ്യാറാകുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഇന്ന് രാത്രികാലം അങ്ങനെ അമിതമായി എന്നെ തകർക്കാൻ ഒത്തിരി ശക്തികൾ എൻ്റെ പുറകെ ഉണ്ടെന്ന് എനിക്ക് തോന്നുക. എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് എൻ്റെ മനസ്സ് പറയുക. എന്നെ രക്ഷിക്കുന്നൊരു ദൂതാണ് ഞാൻ കേട്ടത്. യേശുവിനല്ലാതെ ഇനി അതിന് കഴിയില്ലെന്ന് ഞാൻ അറിയുന്നു എന്ന് വിശ്വസിക്കുന്നവർ കണ്ണടയ്ക്കൂ. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നെഞ്ചത്ത് കൈവച്ചിരിക്കുന്നവരെ ദൈവം കാണുന്നല്ലോ. 2 കരവും മലർത്തിപ്പിടിച്ചിരിക്കുന്നവരെ ദൈവം കാണുന്നല്ലോ. എൻ്റെ അപ്പ തല കുനിഞ്ഞാ നിൽക്കുന്നതെങ്കിലും അവരുടെ മുഖത്ത് തെളിയുന്നത് യേശുവിൻ്റെ രൂപമാണ്. അങ്ങയെ നോക്കി പ്രാർത്ഥിക്കുന്ന സകലരെയും ദൈവം വിടുവിക്കണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയേക്കാൾ സൗഖ്യമാക്കാൻ പ്രാപ്തനായ ഒരുത്തനെ ഞങ്ങൾ കണ്ടിട്ടില്ല. രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ശക്തി വ്യാപരിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഒരു പക്ഷേ ഈ ചുറ്റുവട്ടത്ത് ഈ ശബ്ദം കേട്ട ആരെങ്കിലും അങ്ങയെ വിശ്വസിക്കുന്ന പക്ഷം, കർത്താവിനോട് വാഗൊണ്ട് ഏറ്റുപറയുന്ന നിമിഷം ദൈവം സജീവമായി അവരുടെ കൂടെ നിൽക്കണം. ദൈവം പ്രവർത്തിക്കണം. ഈ ടീമിനായി പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടിൽ മുഴുവൻ ദൈവത്തോട് അടുക്കാൻ വേണ്ടി ആളുകളെ ആഹ്വാനം ചെയ്യാൻ സ്വർഗം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീക സംഘമാണല്ലോ ഇവര്. ഞാനിവരെ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. ഈ 2025 ആയിരക്കണക്കിന് ആളുകളെ ദൈവത്തോട് അടുപ്പിക്കാൻ ഈ ഒയാസിസ് മിനിസ്ട്രിക്ക് കഴിയട്ടെ കർത്താവേ. ഈ സന്ദേശം ഈ ടീമിന്റെ ആധാരവാക്യമായിരിക്കട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സ്വർഗം അത് ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമ